കുടുംബ ബന്ധത്തിന്റെ കണ്ണികൾ ഒന്നും അയഞ്ഞു പോകാൻ അനുവദിക്കരുത്. അറ്റുപോകാൻ അനുവദിക്കരുത് എന്നല്ല, അയയാനും അനുവദിക്കാൻ പാടില്ല. വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് കുടുംബ ബന്ധം. ബന്ധങ്ങൾ പലതരത്തിലുണ്ട്. അയൽപക്ക ബന്ധം ബന്ധമാണ്, കുടുംബ ബന്ധം ബന്ധമാണ്. അതുപോലെ തന്നെ സുഹൃത്ത് ബന്ധം മറ്റൊരു ബന്ധമാണ്, കൂട്ടുകാര് എന്ന കൂട്ടുബന്ധം. സുഹൃത്തുക്കൾ എന്നതൊരു ബന്ധമാണ്. പക്ഷെ അതിൽ കുടുംബ ബന്ധം എന്ന ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കൽ അല്ലാഹു പറയുകയാണ്, അനല്ലാഹു വ അനർ റഹ്മാൻ. ഞാനാണ് അല്ലാഹു, ഞാനാണ് അർ-റഹ്മാൻ. അല്ലാഹുവിനെ മുത്തുനബിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഞാനാണ് അല്ലാഹു എന്ന് പറയുന്നയാൾ, ഞാനാണ് അർ-റഹ്മാൻ എന്ന് പറയുന്നയാൾ. കരുണക്കടലായ റബ്ബ് ഞാനാണ്. അനല്ലാഹു വ അനർ റഹ്മാൻ വ ഖലഖ്തുർ റഹിമ. ആ ഞാനാണ് കുടുംബ ബന്ധത്തെ സൃഷ്ടിച്ചത്. നോക്കണം, അല്ലാഹു റഹ്മാനാണ് എന്ന് പറഞ്ഞിട്ട് തൊട്ടു പിറകിൽ അല്ലാഹു പറയാണ് വ ഖലഖ്തുർ റഹിമ. ഈ പരിചയപ്പെടുത്തി തന്ന ഞാനാണ് കുടുംബ ബന്ധത്തെ പടച്ചത്. വ ശഖഖ്തു ലഹാ ഇസ്മൻ മിൻ അസ്മീ. കുടുംബ ബന്ധത്തെ പടച്ചത് ഞാനാണെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു മനുഷ്യൻ, ആ മനുഷ്യന് വേണ്ട ഇണ ആ മനുഷ്യനിൽ നിന്ന് തന്നെ പടച്ചു. ആ മനുഷ്യനും ആ മനുഷ്യത്തെയും പരസ്പരം ഒരുമിച്ച് ജീവിച്ച് ധാരാളം മക്കളെ അല്ലാഹു ആണും പെണ്ണുമായി അതിലൂടെ പുറത്തിറക്കി. ഇതാണല്ലോ അല്ലാഹു മനുഷ്യലോകത്തെ സൃഷ്ടിക്കുന്നതിൽ സ്വീകരിച്ച നിലപാട്. ആദ്യമായി ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു പടച്ചു. അർശിന്റെ ചുവട്ടിൽ മണ്ണായിട്ട് തന്നെ 40 കൊല്ലമോ 40 ദിവസമോ ഒക്കെ ഇട്ടു എന്നതാണ് ചരിത്രം. അല്ലതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹ്രി എന്ന് പറയുന്ന സൂറത്തു ദഹ്റിൽ ആ ആയത്തിൽ ആ വിഷയം അല്ലാഹു പറഞ്ഞത് കാണാം. കുറച്ചു കാലം ഇങ്ങനെ ഒന്നുമല്ലാതെ കിടന്നു മനുഷ്യൻ, ശൈഉം മദ്കൂറല്ലാതെ കിടന്നു. പരാമർശിക്കപ്പെടാൻ പറ്റുന്ന പരാമർശയോഗ്യമായ ഒരു വസ്തുവല്ലാതെ കിടന്നു കുറഞ്ഞ കാലം. മണ്ണായിട്ട് തന്നെ അല്ലാഹു ഇങ്ങനെ നീട്ടിയിട്ട ഒരു കാലമുണ്ട്. അത് 40 ദിവസമാണോ 40 കൊല്ലാണോ എന്നൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതാവട്ടെ ഏറ്റവും ചുരുങ്ങിയത് എടുക്കുക 40 ദിവസം. അത് കഴിഞ്ഞിട്ട് അല്ലാഹു റൂഹൂദി. ഇപ്പൊ ഒന്നാമത്തെ മനുഷ്യൻ ഹയാത്തായി. ആ മനുഷ്യൻ കണ്ണ് മിഴിച്ചിങ്ങനെ നോക്കുമ്പം അർശിന്റെ ചുവട്ടിലാണ്, അർശിന്റെ കമാനത്തിൽ എഴുതി വെച്ചത് ഒന്നാമത്തെ മനുഷ്യൻ നമ്മുടെ വല്ലിപ്പ കാണാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മനുഷ്യലോകത്തെ സൃഷ്ടിക്കുന്നത് ആർക്കു വേണ്ടിയാണ് എന്ന മുദ്രാവാക്യം കണ്ടുകൊണ്ടാണ് വല്ലിപ്പാദ്യം കണ്ണുമിഴിക്കുന്നത്. ആദ്യം കണ്ണു തുറക്കുന്നത് അങ്ങനെയാണ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹയോടൊപ്പം ചേർത്ത് എഴുതിയിരിക്കുന്നു. അത് കണ്ടുകൊണ്ടാണ് കണ്ണു തുറക്കുന്നത്. ഏതാവട്ടെ ഈ മനുഷ്യന് വേണ്ട ഇണയെയോ അത് അല്ലാഹു ആ മനുഷ്യന്റെ വാരിയലിൽ നിന്ന് ഒന്ന് ഊരിയെടുത്തിട്ടാണ് അല്ലാഹു ചെയ്തത്, ഇണയുടെ സൃഷ്ടിപ്പ് നടത്തിയത്. ഇതെവിടെയാ പറയുന്നത്? സ്വഹീഹായ ഹദീസിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, നബി തങ്ങൾ പറയുന്നുണ്ട്, സ്വഹീഹായ ഹദീസിൽ കാണാം,
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു കാര്യം പറയട്ടെ. എന്നാൽ വിശുദ്ധ ഖുർആനിൽ ഇതിലേക്ക് സൂചനയുണ്ട്. വിശുദ്ധ ഖുർആനിൽ എവിടെയാണ് ഇതിലേക്ക് സൂചന വന്നത്? അല്ലാഹു തആല പറയുന്നു, ഓ ജനങ്ങളെ, കണ്ടോ, സൂറത്തുൻ നിസാ 1, സൂറത്തുൻ നിസാഇന്റെ 1-ാമത്തെ വാചകം അതാണ്. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇത്തഖൂ റബ്ബകുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ. ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ പടച്ചോനെ സൂക്ഷിക്കണം, പടച്ചോനെ പേടിച്ചു ജീവിക്കണം. അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, നിങ്ങളെ ഒരേ ഒരു ശരീരത്തിൽ നിന്നും സൃഷ്ടിച്ചെടുത്തവനാണ് അവൻ. നിങ്ങളെ ഒരേ ഒരു ശരീരത്തിൽ നിന്നും സൃഷ്ടിച്ചെടുത്തവനാണ് അല്ലാഹു. അവനെയാണ് നിങ്ങൾ പേടിച്ചു ജീവിക്കേണ്ടത്, അവനെയാണ് ഭയപ്പെടേണ്ടത്. ഇത്തഖൂ റബ്ബകുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, ഒരേ ഒരു തടിയിൽ നിന്നാ നിങ്ങളെയൊക്കെ പുറപ്പെടുവിച്ചത്. നിങ്ങളുടെയൊക്കെ സൃഷ്ടിപ്പിന് ഒരു തടിയുമായി കണക്ഷനുണ്ട്, ബന്ധമുണ്ട്. ഏതാണ് ആ തടി? ആദം നബി അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാമുമായി നിങ്ങൾക്ക് ബന്ധമുണ്ട്. എത്ര ഭംഗിയായിട്ട് അല്ലാഹു പറയുന്നു. എന്നിട്ട് പറഞ്ഞു, വഖലഖ മിൻഹാ സൗജഹാ, ആ ശരീരത്തിൽ നിന്ന് തന്നെ അതിനു വേണ്ട ഇണയെ അല്ലാഹു പടച്ചു. വഖലഖ മിൻഹാ സൗജഹാ, അതാ മുത്തുനബി പറഞ്ഞത്, വാരിയല്ലൂരി പടച്ചു. അത് സൂചിപ്പിച്ചതാണ് ഖുർആനിലെ വഖലഖ മിൻഹാ സൗജഹാ. എന്നിട്ടോ ഹവ്വാ ബീവിയെ ഈ ആദമിനെ സൃഷ്ടിച്ചതുപോലെ വേറെ അല്പം മണ്ണെടുത്ത് ഉരുള കുത്തി മനുഷ്യരൂപമുണ്ടാക്കിയിട്ടൊരു പെണ്ണിന്റെ ആകൃതിയോടുകൂടെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചെടുക്കാൻ അല്ലാഹുവിന് സാധിക്കൂലായിരുന്നോ? ചിന്തിക്കണം. കഴിയൂല. അല്ലാഹു കഴിയാത്തതുകൊണ്ടാ ആദം നബി അലൈഹി സ്വലാമിനെ മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്ത അല്ലാഹു അതുപോലെ കുറച്ച് മണ്ണെടുത്തിട്ട് ഹവ്വാ ബീവിയെയും പടച്ചുകൂടായിരുന്നു? പടച്ചിട്ടില്ല. ഹവ്വാ ബീവിയെ പടക്കാൻ ആദം നബി അലൈഹിസ്സലാമിന്റെ വാരിയല്ല എടുത്തത്. ആദമിന്റെ സെല്ലിൽ നിന്ന് ഹവ്വ പടക്കുന്നു, ഹവ്വ പടക്കപ്പെടുന്നു. ഞാൻ ചോദിക്കട്ടെ, എന്തേ അല്ലാഹു അങ്ങനെ ചെയ്തത്? മറുപടി പറയുന്നതിന് മുമ്പ് ഞാൻ പറയാണ്, ഹവ്വാ ഉമ്മ ബീവിയെ, നമ്മുടെ ഉമ്മ ഹവ്വാ ബീവിയെ അല്ലാഹു ആദം നബി അലൈഹിസ്സലാമിൽ നിന്ന് സൃഷ്ടിച്ചത് നമ്മളെ നല്ല കണക്കൂട്ടിക്കും. കാരണം ഇന്നിപ്പോ സൃഷ്ടിച്ചത് തന്നെ പുരുഷന്മാരുടെ വാരിയൽ ഊരിയിട്ടാണ് സൃഷ്ടിച്ചതെങ്കിലും നമ്മളെ നാട്ടിൽ പെണ്ണുങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കുകയാണ്. ആണുങ്ങൾ ഒപ്പത്തിനൊപ്പം നീങ്ങണം, ആണുങ്ങളുടെ ഒപ്പത്തിനൊപ്പം നീങ്ങണം, 50-50 അവകാശം വേണം എന്ന് പറഞ്ഞിട്ട് ഒച്ചപ്പാടുണ്ടാക്കുകയാണ്. ഞാൻ പറയട്ടെ, ഹവ്വാ ബീവിയെ അല്ലാഹു തആല സൃഷ്ടിച്ചതും കൂടെ ഇങ്ങനെയാണെങ്കിൽ എന്തായാലും മനുഷ്യൻ ഇതിലേറെ ഒച്ചപ്പാടുണ്ടാക്കുമായിരുന്നു പെണ്ണുങ്ങൾ. നമ്മളെ സൃഷ്ടിച്ചത് തന്നെ വേറിട്ടാണ്. അതുകൊണ്ട് ആണുങ്ങളെപ്പോലെ പെണ്ണുങ്ങൾക്കും ഇതേ സമത്വം ഞങ്ങൾക്കും വേണം എന്ന് വാദിക്കുക. പക്ഷെ അല്ലാഹു തീരുമാനിച്ചത് എന്താണെന്നറിയോ നിങ്ങള്? പെണ്ണിനെ ആണിന്റെ ശരീരത്തിൽ നിന്ന് സൃഷ്ടിച്ചെടുക്കുമ്പോ അല്ലാഹു തീരുമാനിച്ചത് പെണ്ണ് പാവാണ്, അവൾ ആണുങ്ങളെപ്പോലെ ശരീരത്തിന് ബലമുള്ളവരല്ല, ഉണ്ടാവാൻ പറ്റൂല. അങ്ങനെയാണ്. ആണുങ്ങളെപ്പോലെ കടുംപിടുത്ത ശൈലിക്കാരല്ല പെണ്ണുങ്ങള്, അങ്ങനെ ഉണ്ടാവാനും പറ്റൂല. അതിനൊക്കെ ചില കാരണങ്ങൾ. അപ്പൊ അവരുടെ രംഗം വിജയിക്കണമെങ്കിൽ അല്ലാഹു ഇപ്പ കൊടുത്തതുപോലെ തന്നെ മൃദുലമായ ശരീരം, മൃദുലമായ സ്വഭാവം ഒക്കെ ആവണം. അപ്പോഴേ ഇപ്പൊ അവര് ചെയ്തൊപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. ഞാനിപ്പോ അതിലേക്ക് വരില്ല, അങ്ങോട്ട് വന്നാ സമയം പോയി. ഞാൻ പറഞ്ഞു വന്നത്, ശരീരത്തിന് ബലം കുറഞ്ഞ, മനസ്സിന് കട്ടി കുറഞ്ഞ ഈ പെണ്ണ് ഇവൾ എന്ത് ചെയ്യണം? ഒരാണിന്റെ കീഴിൽ ജീവിക്കണം, ഒരാണിന്റെ തണലിൽ ജീവിക്കണം. ഒരാണിന്റെ തണലിലും കീഴിലും അവൾ ജീവിക്കുകയും
അവളെ നീ സംരക്ഷിക്കുകയും വേണമെന്ന് ആണിനോടും പെണ്ണിനോടും അല്ലാഹു തആല നിർദ്ദേശിക്കാൻ അല്ലാഹു തആല എടുത്ത ഒരു തന്ത്രമാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് അവരെ പടച്ചു. അപ്പൊ അവരെ സംരക്ഷിക്കണമെന്ന ഒരു ബോധം നമുക്കും ഉണ്ടാവും. മാത്രമല്ല, എന്റെ ഉണ്മക്ക് തന്നെ കാരണമായത് പുരുഷനാണെങ്കിൽ ആ പുരുഷന്റെ കീഴിൽ ജീവിക്കുന്നത് എനിക്കൊരു കുറവല്ല എന്ന ചിന്തയിലേക്ക് പെണ്ണും വരും. അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെയായിരുന്നു. അങ്ങനെ പെണ്ണിനെ ആണിൽ നിന്ന് സൃഷ്ടിച്ചു, ആണിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, പെണ്ണിനെ ആണിൽ നിന്നും സൃഷ്ടിച്ചു. എന്നിട്ട് വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ, ആ ആണും പെണ്ണും രണ്ടുപേരെയും അല്ലാഹു സംഗമിപ്പിച്ചു. വബസ്സ മിൻഹുമാ, അവർ രണ്ടാളിൽ നിന്നും അല്ലാഹു വിന്യസിപ്പിച്ചു. ഈ ഭൂമിയിൽ അല്ലാഹു വിതറി വിന്യസിപ്പിച്ചു. റിജാലൻ കസീറൻ വനിസാഅ, ആദമും ഹവ്വാവും ബന്ധപ്പെട്ടിട്ട് അതിലൂടെ അല്ലാഹു തആല ധാരാളം ആൺമക്കളെയും പെൺമക്കളെയും ഭൂമിയിലേക്ക് ഇറക്കി വിട്ടു. സൂറത്തുന്നിസാഇന്റെ തുടക്കത്തിൽ അല്ലാഹു ഒന്നാമത്തെ ആയത്തിൽ പറയുന്നത് കാണാം, വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ, റിജാലൻ കസീറ വനിസാഅൻ, അവിടെയുണ്ട് കസീറ. തഫ്സീർ ഗ്രന്ഥങ്ങളൊക്കെ എഴുതും ധാരാളം പുരുഷന്മാരും ധാരാളം സ്ത്രീകളും. പക്ഷേ ഖുർആൻ പറഞ്ഞത് ധാരാളം എന്ന ശൈലി പുരുഷന് മാത്രമാണ്. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ, അവിടെ കസീറാന്ന് കൂട്ടി വായിക്കുകയാണ്. അല്ലാഹു നേരിട്ട് പറഞ്ഞിട്ടില്ല. എന്താ കാരണം? ലോകത്ത് പെണ്ണുങ്ങൾ എത്ര തന്നെ അധികമുണ്ടെങ്കിലും ശരി, പെണ്ണിന്റെ ആധിക്യം നാട്ടിലും റോട്ടിലും അറിയൂല. പുരുഷന്റെ ആധിക്യം ആ നാട്ടിലും റോട്ടിലും ഒക്കെ അറിയാം. ഇസ്ലാമിക ചിട്ടയിൽ നീങ്ങുന്ന പെണ്ണുങ്ങളാണെങ്കിൽ അവരങ്ങാടി നിറഞ്ഞു നിൽക്കുകയില്ല. ഇസ്ലാമിക ചുറ്റുപാടിൽ ജീവിക്കുന്ന പെണ്ണുങ്ങളാണെങ്കിൽ അവര് പുറം ലോകത്ത് അവര് തിളങ്ങുകയും നിറയുകയും ചെയ്യുകയില്ല. അവര് വീട്ടിന്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടുന്നവരായിരിക്കും അവർ പെണ്ണുങ്ങള്. അവരെന്നും അങ്ങനെ തന്നെ നിലകൊള്ളും. ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചിന്തിക്കണം. അല്ലാഹു പറയുന്നു, അതുകൊണ്ട് അല്ലാഹു ഈ രൂപത്തിൽ നിങ്ങളെ സൃഷ്ടിച്ചെടുത്തത് ഒരാണ്, ശുദ്ധശൂന്യതയിൽ നിന്നൊരാണ്, ആ ആണിൽ നിന്നൊരു പെണ്ണ്. ആ ആണും പെണ്ണും ഒന്നിച്ചുകൊണ്ട് സംഗമിച്ചുകൊണ്ട് ഒരുപാട് ആണുങ്ങളും പെണ്ണുങ്ങളും ഈ ശൈലി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല ആദ്യം ഭൂമിയിൽ സൃഷ്ടിച്ചത് ഭർത്താവിനെയാണ്, പിന്നെ പടച്ചത് ഭാര്യയെയാണ്, അത് കഴിഞ്ഞാ പടച്ചത് മക്കളെയാണ്. സുഹൃത്തെ, അപ്പൊ ഇവിടെ ഉമ്മയും ഉപ്പയും ഭാര്യയും ഭർത്താവും ഉമ്മയും ഉപ്പയും മക്കളുമൊക്കെ ആയുള്ള ഒരു നല്ല കുടുംബ ബന്ധമാണ് നൽകിയത്. അത് മുന്നിൽ വെച്ചുകൊണ്ട് കുടുംബ ബന്ധം എന്ന ശൈലിയിലാണ് അല്ലാഹു നിങ്ങളെ പടച്ചതെന്നതുകൊണ്ട് തന്നെ അല്ലാഹു തആല എന്നോടും നിങ്ങളോടും പറയുകയാണ്, കേട്ടോളൂ. എന്താ പറയുന്നത്? ഫത്തഖുല്ലാഹ വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. വത്തഖുല്ലാഹ, അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണം, അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കണം, അല്ലാഹുവുമായുള്ള ബന്ധം പൊട്ടാതെ കാത്തു സൂക്ഷിക്കണം. ഓ, എത്ര നല്ല ഉപദേശം! നിങ്ങളെ ഈ കോലത്തിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പടച്ചിരിക്കുന്ന പടച്ച റബ്ബിനോടുള്ള ബന്ധം നിങ്ങൾ വഷളാക്കരുത്. അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, ആ റബ്ബിനോടാണ് അല്ലദീന തസാഅലൂന ബിഹി, ആ റബ്ബിനെ മുൻനിർത്തിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പരസ്പരം ചോദിക്കുന്നതും പറയുന്നതുമൊക്കെ. എന്ന് പറഞ്ഞാൽ
അന്ന് അറബികൾക്കിടയിൽ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇന്നും മോമിനീങ്ങളുടെ സ്വഭാവം അത് തന്നെയാണ്. അല്ലെങ്കിൽ അങ്ങനെയാവണം. എന്ത് തന്റെ കൂട്ടുകാരനോടൊരു സംഗതി ചെയ്തു തരണം എന്ന് പറയുമ്പോൾ പടച്ചോനെ വിചാരിച്ചിട്ട് എന്ന് പറയും. അങ്ങനെ ശൈലിയുണ്ട്. പടച്ചോനെ വിചാരിച്ചിട്ട് എന്നെ ഒന്ന് സഹായിക്കണം കേട്ടോ എന്ന് പറയും. പടച്ചോനെ വിചാരിച്ച് സഹായിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ തള്ളാനും പാടില്ല. സഹായിച്ചു. അപ്പൊ അള്ളാനെ വിചാരിച്ചിട്ട് സഹായിക്കണേ എന്ന് പറയുന്ന ഒരു ശൈലിയുണ്ട്. സഹോദരനിൽ നിന്ന് സഹായം ചോദിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ പടച്ചോനെ വിചാരിച്ചിട്ട് നീ എനിക്കത് ചെയ്ത് തരണേന്ന് പറയണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? പടച്ചോനുമായിട്ടുള്ള ബന്ധം വഷളാകാതെ കാത്തു സൂക്ഷിക്കണം. വേണ്ടേ? ധാർമ്മികമായി അത് പറയാനുള്ള അവകാശം ഉണ്ടാവണമെങ്കിൽ അത് വേണ്ടേ? ഞങ്ങളോട് പറയാം, പടച്ചോനെ വിചാരിച്ചിട്ട് ഞാനൊരു കുടുക്കിൽപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ 1,00,000 ഉറുപ്പിക കടം തരണം, ഞാൻ 6 മാസം കഴിഞ്ഞിട്ട് തരാം. പടച്ചോനെ വിചാരിച്ചിട്ട് നിങ്ങൾ തരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് തന്നിരിക്കണം. അല്ലേ? അതിന്റെ ഒരു മട്ടം, അതിന്റെ ഒരു രൂപം അതാണ്. പക്ഷേ പടച്ചോനെ വിചാരിച്ചിട്ട് നിങ്ങളത് തരണമെന്ന് പറഞ്ഞ് അള്ളാഹുവിനെ ജാമ്യക്കാരനായി നിർത്തിയിട്ടും അള്ളാഹുവിന്റെ പേരിലും നിങ്ങളോട് എനിക്ക് ചോദിക്കണമെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തെ, ഞാനും പടച്ചോനും തമ്മിലുള്ള ബന്ധം വഷളാകാതിരിക്കണം. ഞാൻ നിസ്കരിച്ചില്ല, നോമ്പോൽക്കില്ല, ഖുർആൻ ഓതില്ല, കുടിച്ച് മൂത്രിച്ച് ഇങ്ങനെ നടക്കുന്ന ആളാ. എന്നിട്ട് ഞാൻ വേറൊരാളോട് പറയാം, പടച്ചോനെ വിചാരിച്ചിട്ട് എന്നെ സഹായിക്കണം. പറഞ്ഞ പടച്ചോനിൽ എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ജിക്കോലത്ത് നടക്കൂല ഹംകെ എന്ന് മറുപടി പറയുന്നുണ്ട്. അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? അള്ളാഹുമായിട്ടുള്ള ബന്ധം വഷളാക്കൂലെങ്കിൽ അള്ളാനെ വിചാരിച്ചെന്ന് പറയാൻ വകുപ്പുള്ളൂ. അപ്പൊ അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾ ഏതൊരു റബ്ബിനെ കൊണ്ടാണോ പരസ്പരം കാര്യങ്ങൾ ചോദിക്കുന്നത്, ആ റബ്ബുമായുള്ള ബന്ധം നിങ്ങൾ വഷളാകാതെ കാത്തു സൂക്ഷിക്കണം. അള്ളാഹുവുമായുള്ള ബന്ധം വഷളാകുന്നത് മാത്രം കാത്താൽ പോരാ. അള്ളാഹ് പറയുന്നു, വല്ലർഹാമ വത്തഖുല്ലാഹ വല്ലർഹാമ, അള്ളാനെ സൂക്ഷിക്കണം. വല്ലർഹാമ, കുടുംബ ബന്ധങ്ങളെയും സൂക്ഷിക്കണം. ഉമ്മ, ബാപ്പ, മക്കള്, പേരമക്കള്, വല്ലിപ്പ, വല്ലിമ്മ, ഭാര്യ, ഭർത്താവ്, ജ്യേഷ്ഠൻ, അനുജൻ, പെങ്ങൾ, ആങ്ങള, ഈ ശൈലിയിലാണല്ലോ ഞാൻ മനുഷ്യരെ നിങ്ങളെ പടച്ചത്. ഈ കുടുംബ ബന്ധങ്ങളില്ലേ, അത് നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. ഇവിടെയാണ് ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ പ്രസക്തി. കുടുംബ ബന്ധത്തിന്റെ പ്രസക്തി ആണെന്ന് പറയുന്നത്. നല്ലോണം ശ്രദ്ധിച്ചു. അല്ലാഹു തആല നമ്മളെ കുടുംബ ബന്ധമായിട്ടാ പഠിച്ചത്. ബന്ധങ്ങളിലൂടെയാണ് നമ്മളെ പഠിച്ചത്. ആകാശത്ത് നക്ഷത്രങ്ങളെ പടച്ചിട്ടതുപോലെ നമ്മളെ പടച്ചിട്ടില്ല. അങ്ങനെ പടച്ചൂടായിരുന്നോ? വാനലോകത്തൊരു നക്ഷത്രം പെറ്റതല്ല മറ്റൊരു നക്ഷത്രത്തെ. ഒന്ന് ഉമ്മയും ഒന്ന് കുട്ടിയും അല്ല എന്നർത്ഥം. ഒന്ന് ജ്യേഷ്ഠനും ഒന്ന് അനുജനുമല്ല, ഒന്ന് ഭാര്യയും ഒന്ന് ഭർത്താവുമല്ല. വാനലോകത്തേക്ക് ആവശ്യമായ നുജൂമുകളെ, നക്ഷത്രങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൃഷ്ടിച്ചു. അതുകൊണ്ട് ദീപാലങ്കാരമൊരുക്കി. ഏതിന്? വാനലോകത്തിന്. വലഖദ് സയ്യന്നാഹാ, അല്ലാഹു തആല പറഞ്ഞു, ആകാശത്തിന് നമ്മൾ ദീപാലങ്കാരം നൽകി, അതിനെ നമ്മൾ അലങ്കരിപ്പിച്ചു. ബിമസാബിഹ, ദീപങ്ങളെ കൊണ്ട് അലങ്കരിപ്പിച്ചു എന്ന് പറഞ്ഞത് നക്ഷത്രങ്ങളെ പടച്ചു വെച്ചതാ. സുബ്ഹാന മൻ ജല്ല ജലാലു, നക്ഷത്രങ്ങളെ പടച്ചു വെച്ചതിനെ കുറിച്ചാ പറഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നക്ഷത്രം ഒരു കൂട്ടം നക്ഷത്രങ്ങളാണ്. അതിനെയും വേണമെങ്കിൽ നക്ഷത്ര കുടുംബം എന്നൊരു കൂട്ടം എന്ന നിലക്ക് വിളിക്കും. നേരെ മറിച്ച് അവിടെ വാപ്പയും ഉമ്മയും മക്കളും പേരമക്കളും ജ്യേഷ്ഠനും അനുജനുമൊന്നുമില്ല. വാനലോകത്തേക്ക് ആവശ്യമായ നക്ഷത്രങ്ങളെ മുഴുവനും അങ്ങ് പടച്ചു. എന്നതുപോലെ ഈ ഭൂമിയിലേക്ക് എത്ര മെമ്പർമാരാണോ ആവശ്യം, അത്രയും മെമ്പർമാരെ ഈ ഭൂമിയിൽ അല്ലാഹുവിനങ്ങ് പടച്ചു വെച്ചുകൂടായിരുന്നോ? അല്ലാഹുവിന് ആദ്യം തന്നെ അതങ്ങ് പടച്ചു വെച്ചുകൂടായിരുന്നോ? പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിക്കണം. അല്ലാഹു അങ്ങനെ ചെയ്തിട്ടില്ല. ആകാശത്ത് വാനലോകത്ത് നക്ഷത്രങ്ങളെ പടച്ചതുപോലെ അല്ലാഹു ഈ ഭൂമിയിലേക്ക് എത്ര മനുഷ്യരെ വേണ്ടതെങ്കിൽ ഒറ്റയടിക്ക് ആ മനുഷ്യരെങ്ങോട്ട് പടച്ചു വെച്ചാൽ പോരായിരുന്നോ? എന്നിട്ട് അവര് ഖിയാമത്ത് നാൾ വരെ ഇവിടെ ജീവിക്കട്ടെ, അങ്ങനെ വെച്ചാലും പോരെ കാര്യം നടക്കാൻ? അല്ല. അപ്പൊ കുടുംബ ബന്ധം
കുടുംബ ബന്ധം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഒറ്റ മനുഷ്യൻ, മനുഷ്യനിൽ നിന്ന് വരണം ബാക്കിയുള്ളതൊക്കെ. അതാണ് യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ ഒറ്റ മനുഷ്യൻ ആദ്യം പടച്ചു, അതിൽ നിന്ന് നിങ്ങളെ പടച്ചു, അതിന്റെ ഇണയെപ്പോലും അതിൽ നിന്ന് പടച്ചു. വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ ഈ കുടുംബ ബന്ധം എന്ന് പറഞ്ഞ സംഗതി എങ്ങാനും ഇവിടെ ഇല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്തെങ്കിലും നടക്കുമോ ഈ ലോകത്തിൽ? ഒന്നും നടക്കൂല, ഒരു സംഗതിയും നടക്കൂല. ഈ ലോകത്തിന്റെ ചാലകശക്തിയാണ് കുടുംബം. ഈ ലോകത്തിന്റെ ചാലകശക്തിയാണ് കുടുംബം. സംശയിക്കണ്ട. കുടുംബം എന്ന സംവിധാനം ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ കാണുന്ന നേട്ടങ്ങളൊന്നും ലോകത്തുണ്ടാവൂല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പകലന്തിയോളം എല്ല് മുറിയെ പണിയെടുക്കുന്നത് എന്തിനാ? മറുപടി വേഗം വരും. എന്തിനാ പണിയെടുക്കുന്നത്? എന്തിനാണ് ഓരോ മനുഷ്യന്മാരും കഷ്ടപ്പെടുന്നത്? കുടുംബത്തെ പോറ്റാൻ, അല്ലേ? കുടുംബത്തെ പോറ്റാൻ. അപ്പൊ കുടുംബം എന്ന സംവിധാനം ഇല്ലായിരുന്നുവെങ്കിൽ ഓരോരുത്തർക്കും കിട്ടുന്നത് അവനവൻ തിന്ന കടിപിടി നായാട്ട് എന്ന ഒരവസ്ഥ ഉണ്ടാവുള്ളൂ. ഒരിക്കലും ലോകത്ത് ഇന്ന് ഈ നിലനിൽക്കുന്ന അധ്വാനവും മാറ്റങ്ങളും പുരോഗതികളും ഒന്നും ഉണ്ടാവില്ല. വാനലോകത്തിന്റെ അതേ അവസ്ഥ. 100 കൊല്ലം മുമ്പുള്ള ആകാശം എന്താണോ അത് തന്നെയാണ് ഇപ്പോഴും, അല്ലേ? പുതിയതായിട്ട് ആകാശലോകത്ത് എന്തെങ്കിലും തുടങ്ങിയോ? ഇല്ല. 100 കൊല്ലം മുമ്പുള്ള ആകാശാണ് ഇപ്പോഴും. പക്ഷെ 100 കൊല്ലം മുമ്പുള്ള മൈലാടിയാലല്ല ഇന്ന്. ആ 100 കൊല്ലം മുമ്പത്തെ ഉപ്പ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നാട് തന്നെ അറിയൂല. അത്രയും വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി. ആരാണ് ഈ മാറ്റങ്ങൾ ഉണ്ടാക്കിയത്? മനുഷ്യന്റെ അധ്വാനം. മനുഷ്യന്റെ അധ്വാനം. എന്തിനാണ് മനുഷ്യൻ ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയത്? കെട്ടിടങ്ങളാവട്ടെ, ബിൽഡിങ്ങുകള്, തോട്ടങ്ങള്, മറ്റ് സംഗതികള് എല്ലാം ഉണ്ടാക്കിയത് എന്തിനാണ്? കുടുംബം പോറ്റാൻ. കുടുംബമാണ് മനുഷ്യനെ ചലിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, കുടുംബം കുടുംബം അത് ഏറ്റവും വലിയ ചാലകശക്തിയാണ്. ചാലകശക്തിയാണ്. മനുഷ്യനെ ഇളക്കുന്നത് കുടുംബമാണ്. ആ കുടുംബമില്ലായിരുന്നുവെങ്കിൽ ഒന്നും ഈ ലോകത്തുണ്ടാവൂല, ഒന്നും ഇവിടെ കാണാനും കഴിയില്ല. ഒരു ബന്ദ് ദിവസത്തെ പ്രതീതിയായിരിക്കും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്നും കോഴിക്കോടങ്ങാടി ചെന്നാൽ. ഒന്നും ഉണ്ടാവൂല, എന്നും ഒരേ ചിത്രം. الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞത് കാണാം, അല്ലാഹുവിന്റെ കരാറിനെ ആരാണോ പൊട്ടിക്കുന്നത്, മിൻ ബഅദി മിസാഖിഹി, സുദൃഢമാക്കിയതിന്റെ ശേഷം ആ കരാറുകളെ ആരാണ് പൊട്ടിക്കുന്നത്, വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ, അല്ലാഹു ചേർത്തണം എന്ന് കൽപ്പിച്ചതിനെ ആരാണോ മുറിക്കുന്നത്. കുടുംബബന്ധം അല്ലാഹ് ചേർത്തണം, അല്ലാഹു ചേർത്തണം, അറ്റുപോകുന്ന കണ്ണികൾ വിളക്കി ചേർക്കണം എന്ന് അല്ലാഹു തആല കൽപ്പിച്ച കുടുംബ ബന്ധത്തെ മുറിക്കുന്നവരാരാണോ, വയുഫ്സിദൂന ഫിൽ അർദ്, അതുവഴി ഭൂമിയിൽ കുഴപ്പം സൃഷ്ടിക്കുന്നവരാരാ. ഇത് കുടുംബ ബന്ധങ്ങളുടെ കണ്ണികൾ അറ്റുപോകുമ്പോൾ കുഴപ്പമുണ്ടാകും. പാപ്പയും ഉമ്മയും മക്കളും പിണങ്ങി, ജ്യേഷ്ഠനും അനുജനും കത്തിക്കുത്ത്, അല്ലേ? എന്തുമാത്രം ഭാര്യയും ഭർത്താവും തമ്മിൽ കുടുംബകലഹങ്ങൾ സഹിക്കാനും ഓർക്കാനും കഴിയൂല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെയാണ് ഖുർആൻ പറയുന്നത്, സൂറത്തുൽ ബഖറ, ഉലൈക ഹുമുൽ ഖാസിറൂൻ, കുടുംബ ബന്ധം മുറിക്കുന്നവർ, ഉലൈക ഹുമുൽ ഖാസിറൂൻ, അവർ നഷ്ടം പേറുന്നവരാണ്, അവർ പരാജിതരാണ്, അവർ പരാജയപ്പെട്ടവരാണ്, സംശയിക്കേണ്ടതില്ല. സുബ്ഹാനഹു ജല്ല ജലാലു. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, അല്ലാഹ് പറഞ്ഞു വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവുമായുള്ള ബന്ധം വഷളാകാതെ കാത്തു സൂക്ഷിക്കണമെന്ന് പറഞ്ഞതിനോട് ചേർത്ത് പറഞ്ഞു വല്ലർഹമ, കുടുംബ
ബന്ധവും വഷളാകുന്നത് നിങ്ങൾ കാത്തു സൂക്ഷിക്കണേ. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. കാരണം നിങ്ങളത് നോക്കണം എന്ന് പറയാൻ കാരണം എന്താ? അല്ലാഹു നിങ്ങളുടെ മേലിൽ സൂക്ഷ്മ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഉമ്മാനോട് എങ്ങനെയാ, നിങ്ങൾ വാപ്പാനോട് എങ്ങനെയാ, നിങ്ങൾ ഭാര്യയോടൊപ്പം എങ്ങനെയാ, നിങ്ങൾ ഭർത്താവിനോടുള്ള പെരുമാറ്റം എങ്ങനെയാ, നിങ്ങൾ മക്കളോടൊപ്പം എങ്ങനെയാ, നിങ്ങൾ ജ്യേഷ്ഠാനുജന്മാരെങ്ങനെയാ, ഇതൊക്കെ അല്ലാഹു കൃത്യമായി ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു എന്ന നിരീക്ഷകനുണ്ടെന്ന് ബോധമുണ്ടെങ്കിൽ ഒരിക്കലും കുടുംബ ബന്ധം കൊണ്ട് പന്താടരുത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫല്യസ്ൽ റഹിമ. അല്ലാഹുവിലും അന്ത്യദിനത്തിലും ആർക്കെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും ആർക്കെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ അയാൾ കുടുംബ ബന്ധത്തിന്റെ കണ്ണികൾ വിളക്കി ചേർക്കട്ടെ. ഫല്യസ്ൽ റഹിമഹു, അവൻ കുടുംബ ബന്ധത്തെ ചേർക്കട്ടെ. അല്ലാഹു മുത്തുനബിയോട് പറഞ്ഞു, നബിയെ ഞാൻ അല്ലാഹുവാണ്, ഞാൻ റഹ്മാനാണ്, ഞാൻ റഹീം, ഞാൻ അല്ലാഹുവാണ്, റഹ്മാനാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ ആ കുടുംബബന്ധം സൃഷ്ടിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഹദീസ് പൂർത്തീകരിച്ചില്ല. എന്നിട്ടല്ല പറഞ്ഞു ആ കുടുംബ ബന്ധം എന്ന സംവിധാനം പടച്ചു. അത് പറഞ്ഞു വന്നപ്പോഴാണ് നമ്മൾ സൂറത്തുൻ നിസായിൽ ആയത്തോതിയത്. അങ്ങനെ അങ്ങോട്ട് പോയതാ. സൂറത്തുൻ നിസായിൽ ആയത്തോതിയത് കുടുംബ ബന്ധമായിട്ടാണ് അള്ളാഹു മനുഷ്യനെ പഠിച്ചത്. കുടുംബ ബന്ധം എന്ന സംവിധാനം പഠിച്ചത് അള്ളാഹുവാണ്. ആദ്യം ഒരാണ്, ആ ആണിൽ നിന്നൊരു പെണ്ണ്, ആ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും ധാരാളം ആൺമക്കളും പെൺമക്കളും, ഇങ്ങനെ ഒരു ലിങ്കായിട്ടാണ് അള്ളാഹു തആല മനുഷ്യനെ പഠിച്ചിരിക്കുന്നത്. ശരി, ഇങ്ങനെ കുടുംബ ബന്ധം പഠിച്ചത് ഞാനാന്ന് പറഞ്ഞിട്ട് പിന്നെ നബിയോട് അല്ലാഹ് പറയാം, അതുകൊണ്ട് ഫമൻ വസലഹാ വസൽതു, അതിന്റെ മുമ്പ് ഒരൊറ്റ വാക്കും കൂടെ ഉണ്ട്. എന്താ? വശക്കഖതു ലഹാ ഇസ്മൻ മിന ഇസ്മി. അത് വളരെ പ്രധാനപ്പെട്ടതാണ്, വിട്ടുപോകാൻ പാടില്ല. കുടുംബ ബന്ധം വാപ്പയും ഉമ്മയും ഭാര്യയും ഭർത്താവും ആങ്ങളയും പെങ്ങളും മക്കളും പേരമക്കളും, ഇങ്ങനെ ഈ ബന്ധം കുടുംബ ബന്ധം ഞാൻ പടച്ചു എന്ന് മാത്രമല്ല, വശക്കഖതു ലഹാ ഇസ്മൻ മിന ഇസ്മി, ഈ സംവിധാനത്തിന് ഞാൻ പേരിട്ടത് എന്റെ ഒരു പേര് വെട്ടിപ്പൊളിച്ച് കീറി പകുതിയാക്കിയിട്ടാണ്. എന്റെ പേരിൽ നിന്നൊരു പേര് ഞാൻ കുടുംബ ബന്ധത്തിന് വേണ്ടി കീറി, അല്ലാഹ് പറയാൻ മുറിച്ചിട്ടാണ് ഞാൻ, പകുത്തിട്ടാണ് ഞാൻ കുടുംബ ബന്ധത്തിന് പേരിട്ടത് എന്ന് പറഞ്ഞാൽ അനല്ലാഹ് അന റഹ്മാൻ എന്ന് പറഞ്ഞു അല്ലാഹു ആദ്യം. എന്നിട്ട് പറഞ്ഞു ഞാനാണ് കുടുംബ ബന്ധത്തെ പടച്ചത്, റഹിമിനെ പടച്ചത്. കുടുംബ ബന്ധത്തിന് അറബിയിൽ പറയുന്ന പേര് റഹിം എന്നാണ്. ഞാൻ നേരത്തെ ഓതിയല്ലോ ഹദീസ്, ഫല്യസ്ൽ റഹിമഹു, അവൻ അവന്റെ കുടുംബ ബന്ധത്തെ ചേർത്ത് കൊള്ളട്ടെ. അപ്പൊ കുടുംബ ബന്ധത്തിന് അറബി പറയാ റഹിം എന്നാണ്. റാ ഹാ മീം, ഇതാണ് കുടുംബ ബന്ധത്തിന് കൊടുക്കുന്ന പേര്. എന്നാൽ ഇത് എവിടെ ഉള്ളതാ? ഈ റാവു ഹാവും മീമും എവിടെ നിന്ന് പോകുന്നതാ? അല്ലാഹ് പറയാണ്, അത് എന്റെ റഹ്മാൻ എന്നുള്ള പേര് വെട്ടിയാണ്ട് പൊളിച്ചു. അതിൽ അലിഫും നൂനും ഒഴിവാക്കിയപ്പോ റഹ്മായി. മാൻ എന്നുള്ളിടത്തുള്ള അലിഫും നൂനായിട്ട് ഒഴിവാക്കിയ റാവു ഹാവും മീമും ആ പിന്നെ ഉണ്ടാവും. അതാണ് റഹീം, അതാണ് കുടുംബം. എന്റെ പേര് പകുത്തിട്ടാണ് ഞാൻ കുടുംബ ബന്ധത്തിന് പേരിട്ടതെങ്കിൽ അത്രയും പവിത്രമാണ് ഈ ബന്ധം. അതുകൊണ്ട് ബന്ധങ്ങൾക്കാരാണോ കത്തിവെക്കുന്നത്, നോക്ക് നിങ്ങൾ തൊട്ടടുത്ത് അല്ലാഹ് പറയാം, ഫമൻ വസലഹാ വസൽതുഹു, അതുകൊണ്ട് ആരാണോ എന്റെ പേര് പോലും വെട്ടി മുറിച്ച് ഞാൻ പേര് നൽകിയ ഇത്രയും പവിത്രമായ കുടുംബ ബന്ധത്തെ ആരാണോ ചേർക്കുന്നത്, ഫമൻ വസലഹാ, ആരാണോ കുടുംബ ബന്ധം ചേർത്തുന്നത്, അറ്റുപോകുന്ന കണ്ണികൾ, ലൂസാകുന്ന കണ്ണികൾ ആരാണോ ടൈറ്റാക്കുന്നത്, ഫമൻ വസലഹാ, കുടുംബ ബന്ധത്തെ ആര് ചേർത്താലും, വസൽതുഹു, അവൻ എത്ര ഞാനുമായി മുറിയാൻ ഉദ്ദേശിച്ചാലും, ഞാനുമായി അകലാൻ ഉദ്ദേശിച്ചാലും ഞാൻ അവനെ അകലാൻ വിടൂല. കുടുംബ ബന്ധത്തെ ചേർക്കുന്നവനെ വസൽതുഹു, അവനെ ഞാൻ എന്നിലേക്ക് ചേർത്ത് പിടിക്കുന്നതാണ്. അല്ലാഹു മുത്തുനബിയോട് പറഞ്ഞു,
കുടുംബ ബന്ധത്തെ ചേർക്കുന്നവനെ ഞാൻ എന്നിലേക്കും ചേർത്ത് പിടിക്കും. എന്റെ അടുത്ത് നിന്നാണ് അകന്നു പോകാൻ ഞാൻ അവനെ അനുവദിക്കൂല. അവൻ എന്റെ ആളായിട്ട് എന്നെ നിലനിർത്തും. അതേസമയം വമൻ ഖതഅഹാ, ആരാണോ കുടുംബ ബന്ധത്തിന് കത്തിവെക്കുന്നത്, ആരാണോ കുടുംബ ബന്ധം മുറിക്കുന്നത്, ശരിക്ക് ചിന്തിക്കണം. കുടുംബ ബന്ധം മുറിക്കുന്ന പണി ആണും പെണ്ണൊന്നും എടുക്കരുത്. ജ്യേഷ്ഠനും അനുജനും തെറ്റാൻ, ജ്യേഷ്ഠനോ അനുജനോ ആര് കാരണക്കാരായാലും പേടിക്കണം. വീട്ടിൽ ഉമ്മയും മകനും തമ്മിൽ പിണങ്ങാൻ കാരണം പ്രിയപ്പെട്ട സഹോദരി ഭാര്യയായ നീയാണെങ്കിൽ പേടിക്കണം. നീയാണെങ്കിൽ പേടിക്കണം. നല്ല നിലയിൽ സന്തോഷത്തിൽ മുന്നോട്ട് പോകുന്ന മകന്റെയും മരുമകളുടെയും ഇടയിൽ നുണയും ഫസാദും പറഞ്ഞുകൊടുത്ത് ത്വലാക്ക് ചൊല്ലിപ്പിച്ച ഒരു കാരണവുമില്ലാതെ മകനെയും മരുമകളെയും ഭാര്യ ഭർത്താക്കന്മാരെ വേർപിരിപ്പിച്ച ഉമ്മയുണ്ടോ? ഉള്ള നുണയും ഫസാദും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഉമ്മയും ബാപ്പയും മക്കളെ ഭാര്യമാരുമായി പിരിച്ചിട്ടുണ്ടെങ്കിൽ, ത്വലാക്ക് ചൊല്ലിച്ചിട്ടുണ്ടെങ്കിൽ, അന്യായമായിട്ടാണിത് എങ്കിൽ ശ്രദ്ധിച്ചോ. വമൻ ഖതഅഹാ, മാത്രമല്ല മക്കളുള്ള ഉമ്മയെ ആയിരിക്കും ചിലപ്പോ ത്വലാക്ക് ചെല്ലുന്നത്. അതോടുകൂടെ ഉമ്മ ഒരു വഴിക്ക്, വാപ്പ ഒരു വഴിക്ക്, ആ മക്കള് കടലിന്റെയും ചെകുത്താന്റെയും നടുക്കെന്ന് പറഞ്ഞതുപോലെ മക്കള് കുടുങ്ങുന്നു. ഈ മാതാപിതാക്കളുടെയും മക്കളുടെയും ഇടയിൽ വിട്ടുപിരിച്ച് കുടുംബബന്ധം മുറിക്കുന്ന അയൽക്കാരായിരിക്കാം ചിലപ്പോൾ. നുണയും ഫസാദും പറഞ്ഞുകൊടുത്ത അയൽക്കാരായിരിക്കും ഈ പണിയെടുത്തത്. അല്ലെങ്കിൽ കൂട്ടുകാരനായിരിക്കും, കൂട്ടുകാരിയായിരിക്കാം, ഉമ്മയായിരിക്കാം, ഉപ്പയായിരിക്കാം. ആരെടുത്താലും സൂക്ഷിച്ചോ. മുത്തുനബിയോട് അല്ലാഹ് പറയാ, കുടുംബ ബന്ധം മുറിക്കുന്നതിന് ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ, ആരൊക്കെ പോസ്റ്റ്മാൻ പണിയെടുത്തിട്ടുണ്ടോ, ആരൊക്കെ നുണയും ഫസാദും കൊടുത്തിട്ടുണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും കത്തുകൾ കൈമാറിയിട്ടുണ്ടോ, കേട്ടോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, ഖതഅതുഹു, അവൻ എന്നോട് എത്ര അടുക്കാൻ ശ്രമിച്ചാലും ഞാനവനെ മുറിച്ചെറിയും, ഞാനവനെ മുറിച്ചെറിയും. എനിക്ക് അവനുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട. അല്ലാഹു തആല പറയാണ്. ആ കുടുംബബന്ധത്തിന്റെ പ്രാധാന്യം. ഇതിലും വലിയൊരു പ്രാധാന്യം എന്താ പറയാൻ? കുടുംബബന്ധം ചേർത്തവനെ ഞാൻ എന്നിലേക്ക് ചേർത്ത് പിടിക്കും. അല്ലാഹ് പറഞ്ഞു. കുടുംബബന്ധം മുറിച്ചവനെ ഞാൻ നിഷ്കരുണം, ഒരു ദയയും തോന്നൂല, നിഷ്കരുണം അവനെ മുറിച്ചങ്ങേറിയും ഇങ്ങോട്ട് വരണ്ട പറയാന്ന് പറയും. അള്ളയായിട്ട് അടുക്കാൻ അള്ളാഹ് അനുവദിക്കില്ല. ശരിക്ക് ശ്രദ്ധിച്ചോ. കുടുംബബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതല്ലേ ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദി പറഞ്ഞത്. വെളിയങ്കോട് ഉമറുൽ ഖാദി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നോടും നിങ്ങളോടും പറഞ്ഞത് കാണാം. കുടുംബബന്ധം വളരെ പ്രധാനമാണ്. പക്ഷേ എന്ത് ചെയ്യാനാണ്? ഈ കാലഘട്ടത്തിൽ ജനങ്ങൾ ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വേണ്ടത്ര ബോധവാന്മാരല്ല. മഹാനവറുകൾ അതിനൊരു പാട്ടുപാടി, അലിഫുൽ അഖാരിബി ഫി സമാനി ഖദിൻഖലബ് ഐനൻ ഫസാറൽ അഖറബൂന അഖാരിബാ. കുടുംബ ബന്ധം, ബന്ധുക്കൾ, ഇതിനെന്താ പറയാ? ഇതിനെന്താ പറയാ? റിലേറ്റീവ്സ്. ഇതിനെന്താണ് അറബിയിൽ പറയാ? അഖാരിബ്. അഖാരിബ് അതിന്റെ അർത്ഥം ബന്ധുക്കൾ, കുടുംബക്കാർ. ഇതിനെ അഖാരിബ് എന്നാ പറയാ. അപ്പൊ ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു പറയാം, അലിഫുൽ അഖാരിബ്. അഖാരിബ് അഖാരിബ് എന്ന പദത്തിലെ അലിഫ്, അഖാരിബ് എന്ന പദത്തിലെ അലിഫ് എന്ന് പറഞ്ഞ ആ അക്ഷരം, അഖാരിബ് എന്നതിലെ അലിഫ് ഫിസ്സമാനി ഖദിൻഖലബ്, ഈ വർത്തമാന കാലഘട്ടത്തിൽ അത് മാറി മറിഞ്ഞിരിക്കുന്നു, അതിന് വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു. ഐനൻ, ഐനായിട്ട് മാറി മറിഞ്ഞിരിക്കുന്നു. അഖാരിബ് എന്നതിലെ അലിഫ് എന്ന് പറഞ്ഞാൽ ഹംസ്, ആ ഹംസ് പോയിട്ട് ഐനായി മാറിയിരിക്കുകയാണ്. ഫസാറൽ അഖറബൂന, അതോടുകൂടെ അടുത്ത കുടുംബക്കാർ, ഉമ്മ, വാപ്പ, ജ്യേഷ്ഠൻ, അനുജൻ, ഭാര്യ, മക്കൾ, ഇങ്ങനെ കുടുംബക്കാരൊക്കെ ഉണ്ടല്ലോ. ഈ അടുത്ത കുടുംബക്കാരൊക്കെ അഖാരിബ്, അതിലെ അലിഫ് മറിഞ്ഞിട്ട് ഐനായപ്പം അഖാരിബ, ഫസാറൽ അഖറബൂന അഖാരിബ, അതോടുകൂടെ അടുത്ത ബന്ധുക്കളൊക്കെ അഖാരിബുകളായി.
അഖാരിബ് എന്ന് പറഞ്ഞാൽ കുടുംബക്കാർ എന്നർത്ഥം. അഖാരിബ് എന്ന് പറഞ്ഞാലോ തേളുകൾ എന്നാണ് അർത്ഥം. പറഞ്ഞാല് അലിഫ് പോയിട്ട് ഐനായി മാറിയാൽ അറബിയിൽ അതിന്റെ അർത്ഥം തേള്. അഖ്റബ് അടുത്ത കുടുംബക്കാരൻ, അതിന്റെ ബഹുവചനാണ് അഖാരിബ്. അഖ്റബ് എന്ന് പറഞ്ഞാൽ തേള്, അതിന്റെ ബഹുവചനാണ് അഖാരിബ്. അപ്പൊ എന്താണ്, ഇന്ന് ജ്യേഷ്ഠനും അനുജനും ഉമ്മയും ബാപ്പയും മക്കളും ഒക്കെ പരസ്പരം വിഷം ചീറ്റുന്ന തേളിനെ പോലെയാണ്, വിഷത്തേളുകളെ പോലെ. പാകം കിട്ടിയാ കുത്തണം എന്നാണുള്ളത്. എല്ലാവർക്കും പരസ്പരം വിദ്വേഷമാണ്, വെറുപ്പാണ്. അരുത് അരുത് പൊന്നുമക്കളെ, ഇങ്ങനെ ആവാൻ പാടില്ല. എന്റെ സദസ്സിനെ ശ്രദ്ധിക്കുന്ന സഹോദരന്മാരോട്, ഈ സദസ്സിൽ കൂടിയ ഇത്രയും അധികം സഹോദര സഹോദരിമാരോട് ഇത് പറയുമ്പം ആരുടെയെങ്കിലും ഒരാളുടെ തലയിൽ കയറിയിട്ട് ഏതെങ്കിലും ആളുകൾ കുടുംബക്കാരുമായി പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇന്ന് തന്നെ നന്നാവണമെന്ന് തോന്നിയാൽ അൽഹംദുലില്ലാഹ് ഞാൻ വിജയിക്കും. ഈ സദസ്സ് ജയിച്ചു. ഈ സദസ്സ് സംഘടിപ്പിച്ച സംഘാടകർക്ക് മുതലായി, ഈ സദസ്സിൽ വന്നെത്തിയ നിങ്ങൾക്കൊക്കെ മുതലായി, ഈ സദസ്സിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കൊക്കെ ഇതിന്റെ നേട്ടം കിട്ടും. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഈ കുടുംബ ബന്ധത്തിന്റെ പ്രാധാന്യം അറിയാത്ത പലരും കുടുംബ ബന്ധത്തെ വിമർശിച്ചു. അക്കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഫ്രീ സെക്സ് ഗുരു എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഒരാളുണ്ട്, ഓഷോ. ഓഷോ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, അയാളുടെ പേര് തന്നെ ഫ്രീ സെക്സ് ഗുരു. അയാളുടെ ഓമന പേരാണ്, ലഖബലം എന്ന് പറയാം അറബിയിൽ. അയാളുടെ ഓമന പേരാ, സ്ഥാനപ്പേരാണ്. ഫ്രീ സെക്സ് ഗുരു എന്നാണ് അയാളെ വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അയാളുടെ കാഴ്ചപ്പാട് സെക്സിന് മുടക്കൊന്നും ഉണ്ടാകരുത്, അത് പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കണം അയാളുടെ നിലപാട്. അത് പൂർണ്ണമായിട്ട് സ്വതന്ത്രമായിരിക്കണം സെക്സ്. ഒരാണിനും പെണ്ണിനും തന്റെ ഊർജം കൈമാറണം എന്ന് തോന്നിയാൽ അവർക്കൊരിക്കലും എന്ത് ചെയ്യരുത്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പങ്കുവെക്കണം എന്ന് ഒരാണിനും പെണ്ണിനും തോന്നിയാൽ മൂന്നാമത്തെ ഒരാള് നിയമവിലക്കുകളുടെ വശങ്ങളൊന്നും പറഞ്ഞിട്ട് അവിടെ കയറി വരരുത്, ഇടപെടരുത്. എല്ലാം ഹലാൽ. മൃഗങ്ങളെപ്പോലെ എപ്പോ തന്റെ ഊർജം മറ്റൊരുത്തിയായിട്ട് പങ്കുവെക്കണം, മറ്റൊരുത്തിക്ക് മറ്റൊരുത്തനുമായിട്ട് പങ്കുവെക്കണം തോന്നിയോ അവർക്ക് രണ്ടാൾക്കും ഇഷ്ടമാണെങ്കിൽ സംഗതി നടത്തോട്ടെ. അല്ലാതെ ഒരു 10 മിനിറ്റ് നേരം സുഖിച്ചു പോയി എന്നതിന്റെ പേരിൽ 8ഉം 10ഉം മക്കളെ പോറ്റുന്ന ഗതികേട് ഉണ്ടാവരുത്. അതാണ് ആരുടെ ന്യായം എന്ന് പറഞ്ഞാൽ. ന്യായം എന്നതിന് പറയാൻ പറ്റൂല, അയാൾ ന്യായമാണെന്ന് ധരിച്ച് പറയുന്ന കാര്യം അത്. മക്കള് വരാൻ പാടില്ല. ഒരാണൊരു പെണ്ണുമായിട്ട് ബന്ധപ്പെട്ടു എന്നതിന്റെ പേരിൽ കാലാകാലം അവളെ പോറ്റേണ്ട ഗതികേട് ഉണ്ടാകരുത്. ഇവന്റെ മക്കളെ പോറ്റേണ്ട ഗതികേട് അവൾക്കും ഉണ്ടാവരുത്. ഇങ്ങനെ ഒന്നും ഉണ്ടാവരുത്. സെക്സ് പൂർണ്ണമായി ഫ്രീ ആവണം. ഇയാളുടെ നിലപാടാണ്. സത്യത്തിൽ ഇതൊക്കെ ഏതുവരെ ഉണ്ടാവുള്ളൂ വരെ നിങ്ങൾ. വൈക്കം മുഹമ്മദ് ബഷീർ ബേപ്പൂർ സുൽത്താൻ അദ്ദേഹത്തിന്റെ ഒരു കഥയിൽ ഇത്തരം കല്യാണം കഴിക്കാത്ത ആളുകളെയൊക്കെ അതൊരു വലിയ തിയറി പറഞ്ഞ് കല്യാണം കഴിക്കാത്തവരെ തത്വം പറഞ്ഞ് കല്യാണം കഴിക്കാത്ത ആളുകളെയൊക്കെ ശരിക്കിട്ടിട്ട് അയാൾ ഇങ്ങനെ കശക്കി എറിയുന്നുണ്ട് ഏതോ ഒരു കഥയിൽ. ഞാൻ വായിച്ചു തോർക്കുകയാണ്. ഈ വാദമൊക്കെ ശരിക്ക് 60-70 വയസ്സായിട്ട് പനിച്ച് ആരാരും നോക്കാനില്ലാതെ ഒന്ന് മൂലയെ കിടക്കോളും ഉണ്ടാവുള്ളൂ. ചുക്കുവെള്ളം കൊടുക്കാൻ പോലും ആളുണ്ടാവില്ല. അന്ന് അവൻ തിരിച്ചു ചിന്തിക്കും, പടച്ചോനെ നല്ല കാലത്ത് കല്യാണം കഴിക്കായിരുന്നു, മക്കളുണ്ടെങ്കിൽ ഭാര്യ ഉണ്ടെങ്കിൽ ഈ ഗതികേട് വരൂലായിരുന്നു എന്ന് ചിന്തിക്കും. അന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഈ തിയറിക്കാരൊക്കെ വേഗം മാറി ചിന്തിക്കുന്നതാ നല്ലത് എന്ന് അദ്ദേഹത്തിന്റെ ഒരു കഥയിലൂടെ എഴുതി പോകുന്നുണ്ട്. അദ്ദേഹം കല്യാണം കഴിച്ചയാളാ. കല്യാണം കഴിക്കാത്ത ചില സാഹിത്യകാരന്മാരെ കൈകാര്യം ചെയ്യാണ് അയാൾ. നിങ്ങൾ ഈ പിരാന്തും പറഞ്ഞ് കല്യാണം കഴിക്കാതെ കണ്ടാന്ന് വേണേ കഴിച്ചോളി, വയസ്സുകാലത്ത് ചുക്കുവെള്ളം തരാൻ ആളുണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് അയാൾ. സത്യം. പ്രിയപ്പെട്ട സഹോദരാ, മനുഷ്യനെ ദുർബലനായിട്ടാ പഠിച്ചത്. ഒരാൾക്കൊരാളുടെ താങ്ങില്ലാതെ ജീവിക്കാൻ പറ്റൂല. ആണില്ലാതെ പെണ്ണിനും പെണ്ണില്ലാതെ ആണിനും
മക്കളില്ലാതെ മാതാപിതാക്കൾ, ഇതൊക്കെ ഈ ജീവിതങ്ങളൊക്കെ ദുസ്സഹമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്കുക, സഹോദരിമാരെ ചിന്തിക്കുക. ഈ തലതിരിഞ്ഞ നയക്കാർക്ക് അവർക്ക് കുടുംബ ബന്ധത്തിന്റെ പ്രാധാന്യം മനസ്സിലായിട്ടില്ല. ഓശോയുടെ വാദം കാറ്റിൽ പറക്കുന്നത് ഇവിടെയാണ്. ഖുർആൻ പറഞ്ഞു, നിങ്ങൾ കുടുംബ ബന്ധങ്ങളെ മാനിക്കണം, കുടുംബ ബന്ധങ്ങളെ മാനിക്കേണ്ടതുണ്ട്. സുബ്ഹാന മൻ ജല്ല ജലാലു. കുടുംബ ബന്ധത്തിന്റെ പ്രാധാന്യം അറിയാത്തതുകൊണ്ട് മാത്രമാണ് ഇത്തരം വിടുവായുധങ്ങൾ എഴുന്നള്ളിക്കുന്നത്. ഇസ്ലാം മതം കുടുംബ ബന്ധത്തിന് എത്ര വലിയ പ്രാധാന്യമാണ് നൽകിയത്. അല്ലാഹു പറഞ്ഞു, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കുടുംബ ബന്ധം വളരെ പ്രധാനപ്പെട്ടതാ. പടച്ചോനുമായുള്ള ബന്ധം കാത്തുസൂക്ഷിക്കുന്നത് പോലെ കുടുംബ ബന്ധം കാത്തുസൂക്ഷിക്കണം. കഴിഞ്ഞില്ല. കുടുംബത്തിലെ ഓരോ കണ്ണികൾക്കും അതിൻ്റെതായ പ്രാധാന്യം നൽകിയ മതമാണ് ഇസ്ലാം. പ്രാധാന്യം നൽകിയ മതമാണ് ഇസ്ലാം. പറഞ്ഞാൽ വൈകിപ്പോകുമോ എന്ന പേടിയുണ്ടതിലേക്ക് അങ്ങ് കടന്നാൽ, കുടുംബ ബന്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി ആ കുടുംബത്തിലെ പെണ്ണാണ്, അല്ലെ? കുടുംബ ബന്ധം എന്ന നിലക്ക് ഭർത്താവിനെയും മക്കളെയും നോക്കുക എന്നത് തന്നെയാണല്ലോ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആ പെണ്ണിന് അല്ലാഹു നൽകിയിട്ടുള്ള ഒരു സ്ഥാനം നോക്ക് നിങ്ങൾ. പഴയകാലത്ത് പെണ്ണിന് ജീവിക്കാൻ അർഹതയില്ലായിരുന്നു. ആ പെണ്ണിന് ജീവിക്കാൻ അർഹത വാങ്ങിക്കൊടുത്തത് പരിശുദ്ധ ഇസ്ലാമാണ്. وَإِذَا بُشِّرَ أَحَدُهُم بِالْأُنثَى ظَلَّ وَجْهُهُ مُسْوَدًّا وَهُوَ كَظِيمٌ. പെൺകുഞ്ഞാ ജനിച്ചത് എന്ന് കേട്ടാൽ ദുഃഖത്തോടുകൂടെ അതാ മുഖം കറുത്തിരുണ്ടു പോകലായിരുന്നു പലർക്കും പതിവ്. പെൺകുട്ടിയാണെന്ന് കേൾക്കുന്നത് സന്തോഷമാണ്. വഇദാ ബുശ്ശിറ അഹദുഹും, അവരിൽ ഒരാൾക്ക് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ ബിൽ ഉൻസാ, പെൺകുട്ടി ജനിച്ചു. പെൺകുട്ടി ജനിച്ചു എന്നുള്ളത് ബുശ്റയാ, അതൊരു സുവിശേഷാണെന്നാണ് പറയുന്നത്, ബിശാറത്താണ്. പക്ഷേ അത് കേൾക്കുമ്പോഴേക്ക് വല്ല വജുഹുഹു മുസ്വദ്ദ, മുഖം കറുത്തിരുണ്ടു പോകും. വഹുവ കലീം, ദേഷ്യം ഉള്ളിൽ അടക്കി പിടിച്ച് മുഖം കറുത്തിരുണ്ടു പോകും. എന്നിട്ട് വാതിൽ അടച്ചിരുന്നിട്ട് ഇവനിങ്ങനെ ചിന്തിക്കും, അയുംസികുഹു അലാ ഹൂൻ അം യദുസുഹു ഫിത്തുറാബ്. എന്ത് ചെയ്യണം? എല്ലാ അപമാനവും സഹിച്ച്, എല്ലാ മാനക്കേടും പേറി ഞാൻ ഈ കുട്ടിയെ വെച്ച് പൊറുപ്പിക്കണോ? അതല്ല. ഈ ജനിച്ച കുഞ്ഞിനെ അതല്ല, ഈ ജനിച്ച കുഞ്ഞിനെ ഞാൻ മണ്ണിൽ കുഴിച്ചു മൂടണോ എന്ന് അവനിങ്ങനെ ചിന്തിക്കും. എന്നിട്ട് അവസാനം അവന് തീരുമാനത്തിലെത്തും. അതിനെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, അലാ സാഅമാ യഹ്കുമൂൻ. അറിയണം, അവസാനം അവരെത്തുന്ന ഫൈനൽ തീരുമാനം എത്ര മോശപ്പെട്ട തീരുമാനമാണ്. എന്ന് പറഞ്ഞാൽ കൊന്നുകളയാന്നുള്ള തീരുമാനത്തിലേക്ക് വരികയാണ്. കൊന്നുകളയുക എന്ന തീരുമാനത്തിലേക്ക് വരികയാണ്. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പെണ്ണിന് ജീവിക്കാൻ പോലും അർഹതയില്ലാത്ത ഒരു കാലഘട്ടത്തിൽ പെണ്ണ് ഈ സമൂഹത്തിന്റെ അർദ്ധഭാഗമാണ്. അവൾ ഇല്ലെങ്കിൽ മനുഷ്യന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യും. അവൾ ജീവിക്കണം, അവൾ ഇവിടെ ഉണ്ടാവണം എന്ന് പഠിപ്പിച്ച് പെണ്ണിന് ജീവിക്കാൻ അനുവാദം വാങ്ങിക്കൊടുത്ത മതമാണ് പരിശുദ്ധ ഇസ്ലാം. എന്നിട്ട് ഈ ഇസ്ലാം പെണ്ണിനെ മാനിക്കുന്നില്ല എന്ന് പറയുന്നത് എന്തുമാത്രം വിവരക്കേടാണ്. എന്തുമാത്രം വലിയ വിവരക്കേടായി പറയുന്നത്. പെണ്ണിനെ ഇസ്ലാം പരിഗണിക്കുന്നില്ല എന്നോ? ഞാൻ ഇന്നലെ ചില സൂചനകൾ നൽകി. ഞാൻ പറയുന്നു ഉണ്ട്, വേണ്ടതുപോലെ പരിഗണിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ഈ വിഷയത്തിൽ പെണ്ണിന് കൊടുത്ത സ്ഥാനം എത്രയാണ്? പെണ്ണിന് കൊടുത്ത സ്ഥാനം എത്രയാണ്? ചെറുതാണോ? ഒരിക്കലും അല്ല. വളരെ വലിയ സ്ഥാനമാണ് പെണ്ണിന് കൊടുത്തിട്ടുള്ളത്. നോക്കണം നിങ്ങൾ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസേ ഒരു സദസ്സിൽ ഇങ്ങനെ പറയാം. ഞാൻ ഇതിന്റെ ഗൗരവം മനസ്സിലാകാൻ വേണ്ടി മാത്രം പറയാം. പെട്ടെന്ന് വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇതിന് പറഞ്ഞ ഓർമ്മ വന്നപ്പോ പറയാം. അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം ഒരു സദസ്സിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു,
നിങ്ങൾ ജീവിതത്തിൽ ഇസ്ലാം ആകുന്നതിന്റെ മുമ്പ്, ഇസ്ലാമിന്റെ മുമ്പ് നിങ്ങളെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കൂലി കിട്ടൂല. സയ്യിദുനാ റസൂലുള്ളാഹി. കാരണം സുകൃതങ്ങൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ, സാലിഹായ അമലുകൾക്ക് പ്രതിഫലം കിട്ടണമെങ്കിൽ, മുസ്ലിമാകുന്നതിന് മുമ്പ് ഇവരെന്ത് സാലിഹായ കർമ്മം ചെയ്തത്? ഒരു ചോദ്യമാണ്. മുസ്ലിമാകുന്നതിന് മുമ്പ് നിസ്കാരം നോമ്പ് ഒന്നും ഉണ്ടാവില്ലല്ലോ. സാലിഹായ കർമ്മം എന്ന് പറഞ്ഞാൽ നിസ്കാരം നോമ്പ് മാത്രമല്ല, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടാവില്ലേ, പാവപ്പെട്ടവരെ സഹായിച്ചിട്ടുണ്ടാവില്ലേ, ആരെങ്കിലും വീണ് കിടക്കുകയാണെങ്കിൽ അയാളെ ചെന്ന് പൊക്കിക്കൊടുത്താൽ അതിന് കൂലിയുണ്ടല്ലോ ഇസ്ലാമിൽ. ഒരാൾക്കൊരു അപകടം തട്ടുകയാണെങ്കിൽ അതിന് അയാളെ രക്ഷപ്പെടുത്തിയ കൂലിയുണ്ടല്ലോ. വിശക്കുന്നവന് ഭക്ഷണം കൊടുത്താൽ കൂലിയുണ്ടല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങള് സുഹൃതങ്ങളാ. ഇത് ഇസ്ലാം ആകുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പണി നല്ല പണിയാണെങ്കിലും ഈമാൻ ഷർത്താണ് കൂലി കിട്ടാൻ. അതുകൊണ്ട് നിങ്ങൾക്ക് കൂലി കിട്ടൂല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എവിടെ കൂലി കിട്ടൂല? പരലോകത്ത് കൂലി കിട്ടൂല എന്ന് പറഞ്ഞപ്പോ ഒരാള് കൂട്ടത്തിന് എഴുന്നേറ്റിട്ട് ചോദിച്ചു, നബിയെ, ഞാൻ ഇസ്ലാമിന്റെ മുമ്പ്, ബിഫോർ ഇസ്ലാം, ഇസ്ലാമിന്റെ മുമ്പ് ഞാൻ ചെയ്ത ഒന്നിനും എനിക്ക് കൂലി വേണ്ട, വേണ്ട തങ്ങളെ വേണ്ട. പക്ഷേ ഒരു സംഗതി ഞാൻ ഇസ്ലാം ആകുന്നതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്, അതിന്റെ കൂലി എനിക്ക് നഷ്ടപ്പെടാൻ പറ്റൂല, എനിക്ക് വേണമെന്നാണ് നബി തങ്ങളോട്. അപ്പൊ നബി തങ്ങൾ ചോദിച്ചത് എന്താ? ആരാ പറഞ്ഞ ആള്? സഅദ് ഇബ്നു നാജിയ റളിയല്ലാഹു അൻഹു. സഅദ് ഇബ്നു നാജിയ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എനിക്ക് ഞാനൊരു പണി എടുത്തിട്ടുണ്ട്, മുസ്ലിമാണതിന് മുമ്പാ സംഗതി എടുത്തത്, പക്ഷെ അതിന് കൂലി കിട്ടിയേ പറ്റിയുള്ളൂ. നബി തങ്ങൾ ചോദിച്ചു, എന്താണത്? എന്താ ഇപ്പൊ പൊതു നിയമം, പൊതു തത്വം എന്താണ്? അല്ലെങ്കിൽ കൂലി കിട്ടൂല. നബി തങ്ങൾക്ക് അങ്ങ് പറയാ കിട്ടൂല മോനെ. പക്ഷെ നബി തങ്ങൾ ചോദിച്ചു എന്താണത്? അപ്പൊ അയാൾ പറയാ, നബിയേ, ഇസ്ലാം വരുന്ന സമയത്ത് നിങ്ങൾക്കറിയാമല്ലോ ഇസ്ലാമിന്റെ മുമ്പുള്ള ഹാല്. പെൺകുഞ്ഞാ ജനിച്ചത് എന്ന് കേട്ടാ കുഴിച്ചു മൂടിയിരുന്ന കാലം. വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ ദല്ല വജ്ഹുഹു മുസ്വദ്ദാ വഹുവ കദീം. അറിയൂലേ തങ്ങളെ ആ കാലം? അതെ, അന്ന് ഒരാളുടെ ഭാര്യ ഗർഭിണിയാണെങ്കിൽ പ്രസവിക്കാൻ അടുക്കുമ്പോഴേക്ക് ഇയാളെ വളപ്പിൽ ഒരു കുഴി വെട്ടി റെഡിയാക്കും. ആ കുഴി കണ്ടാറി, ഒരു സ്പെഷ്യൽ കുഴിയായിരിക്കും, മനുഷ്യനെ കുഴിച്ചിടാനുള്ള കുഴിയാ, കുട്ടികളെ കുഴിച്ചു മൂടാനുള്ള കുഴിയാ, ജീവനോടെ അങ്ങോട്ട് കുഴിച്ചിടല, അതിൽ മണ്ണിട്ടാണ് മൂടലാണ്, അതിൽ കിടന്ന് മരിക്കല പെൺകുഞ്ഞാണെങ്കിൽ. അപ്പൊ പെൺകുട്ടികളെ കുഴിച്ചു മൂടാനുള്ളതാണ്. അപ്പൊ ഭാര്യ പ്രസവിക്കുന്നതിന് മുമ്പ് കുഴി റെഡിയായിരിക്കും. പ്രസവിച്ചു കഴിഞ്ഞാല് ഭാര്യനെ എങ്ങനെയെങ്കിലും പറ്റി പറഞ്ഞ് ഭാര്യന്റെ കയ്യിൽ നിന്ന് കുട്ടിനെ തട്ടി എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് തിരിട്ട് കൊല്ലും. ഇതായിരുന്നു നടന്നിരുന്ന പണി, തങ്ങൾക്കറിയാലോ. അതെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഏതെങ്കിലും ആളുകളുടെ വളപ്പിൽ പുതിയ കുഴി വെട്ടിയത് കണ്ടാൽ ഞാൻ ഇടക്കിടക്ക് ആ കുഴിന്റെ അടുത്ത് ഇങ്ങനെ പോയി നോക്കും, ഇതിന്റെ ഉടമ വരുന്നുണ്ടോ. അപ്പൊ ചിലപ്പോ എന്ത് ചെയ്യും? തക്കം നോക്കി അയാൾ ഇങ്ങനെ വരും. ചിലപ്പോ കുട്ടിനെയായിട്ടായിരിക്കും വരിക, ചിലപ്പോ കുട്ടി വളർന്നുകൊണ്ടിരിക്കുകയായിരിക്കും, അതിന്റെ ഇടയിൽ കൊന്നു കുഴിച്ചു മൂടണം എന്നുണ്ടാവും. അതിന് തക്കവും അവസരവും നോക്കി ഇങ്ങനെ നടക്കായിരിക്കും. അപ്പൊ ഈ കുഴിയുടെ അടുത്ത് ഇവൻ വരുന്നത് കണ്ടാൽ ഞാൻ അയാളെ ഫോളോ ചെയ്യും, പിന്തുടരും. എന്നിട്ട് ചോദിക്കും, അല്ല ഉപ്പാ, നിങ്ങൾക്കൊരു മോള്, നിങ്ങളുടെ ഭാര്യ ഗർഭിണിയാണോ? അതെ. പ്രസവിച്ചോ? ചിലത് പ്രസവിച്ചിട്ടുണ്ടാകും, ചിലത് പ്രസവിക്കാൻ അടുത്തായിട്ടുണ്ടാകും. പ്രസവിച്ചു. പെൺകുഞ്ഞാണോ? അതെ. അതിനെ കുഴിച്ചുമൂടാൻ അവസരം നോക്കുകയായിരിക്കുമല്ലേ? അതെ. എന്തിനാണുപ്പാ ആ പാവം കുഞ്ഞിനെ കുഴിച്ചു മൂടുന്നത്? ആ കുട്ടി നിങ്ങളോട് എന്തൊരു മുൽമാ ചെയ്തത്? ആ കുട്ടി നിങ്ങളോട് എന്ത് അക്രമമാ ചെയ്തത്? ഒന്ന് പറഞ്ഞു തരുമോ? കണ്ടാ, അന്ന് ആരല്ല സഅദ് ഇബ്നു നാജി ആരല്ല? മുസ്ലിം അല്ല. മുസ്ലിം ആകണമെന്നില്ല, നെഞ്ചത്തോറുണ്ടാകും അല്ലേ? നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മളെ പഴയ കാരണന്മാരൊക്കെ നെഞ്ചത്തോറുണ്ടാകുക എന്നല്ലേ എന്ന് പറഞ്ഞാൽ നെഞ്ചത്തുറവ. കാരണന്മാരെ ഭാഷയിൽ പറയുമ്പോൾ ഈ ഉറു എന്നൊക്കെ പറയുന്നു. നെഞ്ചത്തുറവ, സ്നേഹം, മനുഷ്യപ്പറ്റ് അതിനുണ്ടാവാൻ മുസ്ലിമാവൊന്നും വേണ്ട, മനുഷ്യനായ മനുഷ്യപ്പറ്റുണ്ടാവാൻ. സഅദ് ഇബ്നു നാജിയക്ക് മനുഷ്യപ്പറ്റുണ്ട്. ചോദിച്ചു, അല്ല ഉപ്പ, ആ കുഞ്ഞ് നിങ്ങളോട് എന്തൊരു ദ്രോഹ ചെയ്തത്? ആ കുഞ്ഞു പൈതലിനെ മണ്ണിലിട്ട് മൂടി ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ. അയാൾ പറഞ്ഞു, എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെന്തിനാ നിങ്ങൾ ആ കുട്ടിനെ കൊല്ലുന്നത്? മോനെ, അത് ഒരു ദിവസം 2 ദിവസം എന്റെ വീട്ടിന്റെ ഉള്ളിൽ ഒതുങ്ങുള്ളൂ. കുറച്ച് ദിവസമാകുമ്പോ ഇതിന് നടക്കാനാകുമ്പോ, മാസങ്ങൾ പിന്നിടുമ്പോ ഇത് പുറത്തേക്ക് ചാടും കുട്ടിയെ, പിന്നെ മുറ്റത്തെത്തും,
പിന്നെ കുപ്പയിലെത്തും, റോട്ടിലെത്തും. അപ്പൊ ആൾക്കാരറിയും എനിക്കൊരു പെൺകുട്ടിയുണ്ട്, പെൺകുട്ടിന്റെ വാപ്പയാണെന്ന് അറിയുന്നത് നാണക്കേടാ മോനെ. അതുകൊണ്ടാ കുഴിച്ചു മൂടുന്നത്. ആ കുട്ടിയെ കുഴിച്ചു മൂടുന്നതിൽ വിഷമമുണ്ട്. ആ കുട്ടി എന്നോടൊന്നും ചെയ്തിട്ടില്ല. അപ്പോഴാ പറയുന്നത് സഅദ് ഇബ്നു നാജിയ, നിങ്ങളെ സന്തോഷത്തോടെ ആ കുട്ടിയെ എനിക്ക് തരുമോ? ആര് കാണാതെ തന്നാ മതി. നിങ്ങളെ കുട്ടിയാന്ന് ഞാൻ പറയില്ല, ഞാൻ അതിനെ പോറ്റിക്കോളാം. സഅദ് ഇബ്നു നാജിയ ഇങ്ങനെ സഅദ് ഇബ്നു നാജിയ പറയാണ്, മുത്തുനബിയേ, ഇങ്ങനെ കുഴി വക്കിലേക്ക് കൊണ്ടുപോകാൻ കൊണ്ടുപോകുന്ന കുഴിയുടെ വക്കത്തു നിന്നൊക്കെ പലരുടെ കയ്യിൽ നിന്നും ഞാൻ വാങ്ങി പോറ്റിയത് 1 അല്ല 2 അല്ല 10 അല്ല 100 അല്ല 500 കുട്ടികളെ ഞാൻ ജാഹിലിയ കാലത്ത് സംരക്ഷിച്ചിട്ടുണ്ട്. ആളില്ലാത്ത കുട്ടികളെയൊക്കെ എടുത്തിട്ട് പോറ്റുന്ന അമ്മത്തൊട്ടിലുണ്ട് അല്ലേ? നമ്മളെ നാട്ടിലൊക്കെ അമ്മത്തൊട്ടിൽ, അതൊരു സംഘടനയുടെ പേരാണ് അമ്മത്തൊട്ടിൽ. അവിഹിത ബന്ധത്തിലൊക്കെ ജനിച്ച കുട്ടികളെ ഏതെങ്കിലും ചാലിലൊക്കെ ഇട്ടിട്ട് പോകലാ വരും. അപ്പൊ അതൊക്കെ എടുത്തിട്ട് പോറ്റും. അങ്ങനത്തെ ആളുകളുണ്ട്, കൃപയുള്ള ആളുകൾ. അപ്പൊ ആ രൂപത്തിൽ ഇയാൾ വലിയൊരു അമ്മത്തൊട്ടിൽ നടത്തിയ ആളാ. വേണ്ടാത്ത കുട്ടികളെയൊക്കെ പെൺകുട്ടികളൊക്കെ ഏറ്റെടുത്തിട്ട് അതൊക്കെ നടത്തി 500 കുട്ടികളെ ഞാൻ പോറ്റി വളർത്തിയിട്ടുണ്ട് നബിയെ. ഇതിന് കൂലി ഉണ്ടല്ലോ, പക്ഷെ ഇസ്ലാം ആകുന്നതിന് മുമ്പാണെന്നുള്ളതുകൊണ്ട് കൂലി പോകാൻ പറ്റില്ല. ഇത് എനിക്ക് കിട്ടുമോ നബിയെ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്താ പറയേണ്ടത്? പൊതു നിയമം അനുസരിച്ച് പറയുകയാണെങ്കിൽ കിട്ടൂലാന്നാ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതെ, നിനക്ക് കൂലി വാങ്ങിത്തരുന്ന കാര്യം ഞാൻ ഏറ്റവും സയ്യിദുനാ റസൂലുള്ളാഹി. പൊതു നിയമമാണ്, തിരുത്താണ്. പൊതു നിയമം കിട്ടൂല എന്നാണ്. പക്ഷെ നബി പറഞ്ഞു, കാരണം നബിക്ക് അത്ര ഇഷ്ടായി ഈ ചെയ്ത പണി. കൊല്ലാൻ കൊണ്ടുപോകുന്ന പെൺമക്കളെ രക്ഷിച്ചു എന്നുള്ള അത്ര ഇഷ്ടായി. അപ്പൊ നബി പറഞ്ഞു, നിനക്ക് കൂലി വാങ്ങിത്തരുന്ന കാര്യം ഞാൻ നോക്കിക്കോളാം. ഇത് ചെറിയ സംഗതിയാണ്. മക്കളെ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പോറ്റുമ്പോൾ, പെൺമക്കളെ പോറ്റുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ അതാ വലിയ വലിയ കൂലിയാണ് ഓഫർ ചെയ്തത്. കുടുംബ ബന്ധത്തിന്റെ പ്രാധാന്യം ഇവിടെ വിളിച്ചറിയിക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എത്രയോ പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഇത് മാത്രമല്ല, ഇനി കുടുംബ ബന്ധം അതിന്റെ കണ്ണികൾ അകന്നു പോകാൻ അനുവദിക്കരുത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. കുടുംബബന്ധം ഉലക്കുന്ന, കുടുംബബന്ധം ശിഥിലമാക്കുന്ന, ബന്ധങ്ങൾക്ക് ശൈഥില്യം തട്ടിക്കുന്ന എന്തെല്ലാം ഏടാകൂടങ്ങളുണ്ടോ അതൊക്കെ ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. മാതാക്കളെ വെറുപ്പിക്കൽ, പിതാക്കന്മാരെ വെറുപ്പിക്കൽ കുടുംബബന്ധം ഉലക്കുന്ന സംഗതിയാ, പാടില്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ദ്രോഹിക്കാൻ പറ്റുമോ? പറ്റൂല. അത് കുടുംബബന്ധത്തിന് ഉലച്ചിൽ തട്ടിക്കും. തലാഖിന്റെ ഇത്ര വിലക്കാൻ കാരണം അബ്ഗദുൽ ഹലാലി ഇലല്ലാഹി അത്വലാഖ്. എത്ര വലിയ ദുരന്തമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹലാലിന്റെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും വെറുപ്പുള്ള, അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ഹലാല് ത്വലാഖാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ ഒരു നിലക്കും പൊരുത്തപ്പെടൂലെങ്കിലും ഈ തിന്ന് ജീവിച്ചോളണമെന്ന് ഇസ്ലാം പറയൂല. അത് അപ്രായോഗിക. ത്വലാഖ് എല്ലാം പറ്റില്ല. ഒരാണും പെണ്ണും കല്യാണത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഒരു നിലക്കും അവർ ഒത്തുപോകൂലെങ്കിൽ തല്ലോട് തല്ല്, മരിക്കോളും തല്ല. ഇങ്ങനെ ഇസ്ലാം പറയുന്നില്ല, അത് ഇസ്ലാം അനുവദിക്കുന്നില്ല. അത് അപ്രായോഗികമാണ്. പ്രായോഗികമായത് മാത്രമേ ഇസ്ലാം പറയുള്ളൂ. ത്വലാഖ് ആവാം, പക്ഷേ കണ്ടതിനൊക്കെ ചൊല്ലരുത്. കണ്ടമാനം കെട്ടുക, തീർക്കുക എന്ന നിലപാട് ഇസ്ലാമിനില്ല. പരിശുദ്ധ ഇസ്ലാം ത്വലാഖിനെ കാണുന്നത് ത്വലാഖ് നിർബന്ധിത സാഹചര്യത്തിൽ ഹലാലാണ്. പക്ഷേ ഹലാലാണെങ്കിൽ തന്നെ ആലോചിക്കണം, അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള ഹലാലാണ്. അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള ഹലാലാണ് ത്വലാഖ്. എത്ര ആളുകളാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എത്ര കുടുംബങ്ങളാണ് ത്വലാഖ് വഴിയാധാരമായത്. എത്ര വിധവകളാണ് കണ്ണീര് കുടിച്ചത്. എത്ര മക്കളാണ് വാപ്പയും ഉമ്മയും ഇല്ലാതെയായി പോയത്. നേരത്തെ പറഞ്ഞതുപോലെ അനാഥരായി പോയി ത്വലാഖിലൂടെ. മക്കള് പിതൃസ്നേഹം എന്തെന്നറിയാതെ പോയി, ചിലർ മാതൃസ്നേഹം എന്തെന്നറിയാതെ പോയി. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്.
അവിടെയാണ് അബ്ഗദുൽ ഹലാലി ഇലല്ലാഹി അത്വലാഖ് എന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഖ്യാപനത്തിന്റെ ഗൗരവം മുസ്ലിമീങ്ങൾക്ക് വായിക്കാൻ കഴിയില്ല. അതിന്റെ ഗൗരവം വായിച്ചെടുക്കാൻ കഴിയുക അവിടെയാണ്. ത്വലാഖ് അള്ളാഹുവിന് വളരെ വെറുപ്പുള്ള കാര്യമാണെന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ് എന്ന് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. നോക്ക് നിങ്ങൾ, ആ ത്വലാഖ് കണ്ടോ നിങ്ങൾ? അള്ളാഹു ഒരിക്കലും പുരുഷന്റെ കയ്യിൽ സ്ത്രീയുടെ കയ്യിൽ കൊടുത്തില്ല. ത്വലാഖ് സ്ത്രീയുടെ കയ്യിൽ കൊടുത്തോ? ഇല്ല. എന്നാലോ ഒരു പുരുഷൻ പെണ്ണിനെ ത്വലാഖ് ചെല്ലാതെ ഇട്ട് വിഷമിപ്പിക്കുകയാണെങ്കിൽ അവൾക്ക് മോചനം വേണ്ടേ? ഉള്ള ദ്രോഹമൊക്കെ ചെയ്യുന്ന ഒരു ത്വലാഖ് ചൊല്ലിക്കൊടുക്കോ? ചൊല്ലിക്കൊടുക്കില്ല. എന്നാൽ അവളെ മോചിപ്പിക്കാൻ ഒരു മാർഗം ഫസ്ഖ് ഉണ്ട് അല്ലേ? പെണ്ണിന് തന്നെ വിവാഹമോചനം നടത്താൻ പറ്റുന്ന ഫസ്ഖ് ചെയ്യാൻ, ഭർത്താവുമായിട്ടുള്ള വിവാഹം ക്യാൻസൽ ചെയ്യാൻ, ദുർബലപ്പെടുത്താൻ പെണ്ണിന് സ്വയം അധികാരമുണ്ട്. അള്ളാഹു കൊടുത്തു. പിരിയാനുള്ള അവസരവും പ്രായോഗികതയും, പ്രായോഗിക മതാണ് ഇസ്ലാം എന്നതുകൊണ്ട് അതിനുള്ള പ്രായോഗികത അവിടെയും കണ്ടിട്ടുണ്ട്, കാണാതെ പോയിട്ടില്ല. പക്ഷേ പെണ്ണിന്റെ കയ്യിൽ സ്വതന്ത്രമായിട്ട് വിട്ടുകൊടുത്തോ? ഇല്ല. കുടുങ്ങിയ ഘട്ടത്തിൽ പുരുഷൻ വല്ലാതെ ദ്രോഹിക്കുകയാണെങ്കിൽ മാത്രമേ പെണ്ണിനപ്പുറത്ത് ഫസ്ഖ് വരുള്ളൂ. ഇനി എന്തായാലും കുടുങ്ങൂല. ഫസ്ഖിന് കുറെ ഡിമാൻഡുകളുണ്ട്. ആ ഡിമാൻഡുകളൊക്കെ പാലിച്ച് 5 കാരണങ്ങൾ പറയുന്നുണ്ട് ഫസ്ഖിന്. ആ 5 കാരണങ്ങൾ ഉണ്ടെങ്കിലേ ഫസ്ഖ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ അങ്ങനെ ഫസ്ഖ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെയും ഇവൻ ചൊല്ലിക്കൊടുക്കാതെ ബുദ്ധിമുട്ടാക്കുകയാണെങ്കിൽ അവിടെയൊക്കെ എന്തെങ്കിലും ഒരു വകുപ്പ് ഇസ്ലാം കാണും. അവിടെയാണ് വിഷയം. എന്തെങ്കിലും ഒരു വകുപ്പ് കാണും, എങ്ങനെയെങ്കിലും മോചിപ്പിച്ചു കൊടുക്കും, അങ്ങനെ അത്യാവശ്യമാണെങ്കിൽ. പക്ഷേ യഥേഷ്ടം അത് പെണ്ണിന്റെ കയ്യിൽ കൊടുത്തില്ല ത്വലാഖിന്റെ അധികാരം. ആണിന് പെണ്ണിനെ ത്വലാഖ് ചെല്ലാൻ പറ്റുന്നത് പോലെ പെണ്ണിന് ആണിനെയും ത്വലാഖ് ചെല്ലാൻ ഒരു അധികാരം ഉണ്ടായിരുന്നെങ്കിൽ, ഫസ്ഖ് എന്ന് പറഞ്ഞാൽ കുറച്ച് കീറാമുട്ടിയാണ്, അത് കുറച്ച് പ്രയാസമുണ്ട്, വേഗം ചെയ്യാൻ പറ്റില്ല. അതിന് കുറെ ഡിമാൻഡുകൾ, ഷർത്തുകളൊക്കെ. നേരെ മറിച്ച് ത്വലാഖ് അങ്ങനെയല്ല, എപ്പ പറഞ്ഞാലും പോകും. പറയാൻ പറ്റുമോ പറ്റൂല എന്നുള്ളത് വേറെ വിഷയം. പറഞ്ഞാൽ കയ്യൊന്ന് പോകും. പക്ഷെ അത് പെണ്ണിന്റെ കയ്യിൽ കൊടുത്തില്ല, ആണിന്റെ കയ്യിലാണ് കൊടുത്തത്. എന്താ കാരണം? പെണ്ണിന്റെ കയ്യിൽ കൊടുക്കാതിരുന്നത് കുടുംബ ബന്ധത്തിന്റെ ഭദ്രത ഉറപ്പിക്കാനാണ്. പെണ്ണുങ്ങളെ കയ്യിലെങ്ങാനും ത്വലാഖ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളൊക്കെ എത്രയോ വട്ടം 3 ചൊല്ലിയിട്ടുണ്ടാവും നമ്മളെയൊക്കെ, അല്ലേ? നമ്മൾ പെരേക്ക് കയറി ചെല്ലുമ്പോൾ പലപ്പോഴും 3 ചൊല്ലി ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ടാവും. നമ്മളായതുകൊണ്ട് അത് കുറച്ച് എന്ത് ചെയ്യുന്നത്, പുരുഷന്മാരായതുകൊണ്ടാണ് ഇത് കുറച്ച് ആലോചിച്ച് കൈകാര്യം ചെയ്യുന്നത്. സ്ത്രീകളൊന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഇന്നോട് കാക്കിയാളി എന്നല്ലേ പറയാം. കണ്ടില്ലേ? നിങ്ങൾക്ക് സൗകര്യമില്ലേ ഇന്നോട് കാക്കിയാളി? ഓൾക്ക് ത്വലാഖിന് അധികാരം കാണും കൊടുത്തിനെങ്കിൽ നിങ്ങളെ 3 ചൊല്ലി പറഞ്ഞാൽ കഴിഞ്ഞില്ലേ നമ്മളെ കഥ? അപ്പൊ അല്ലാഹു തആല ഓല കയ്യിൽ കൊടുത്തില്ല. കാരണം എന്താ? വിവേകത്തെക്കാൾ സ്നേഹം, സങ്കടം പോലെയുള്ള വികാരങ്ങൾക്കാണ് പെണ്ണിന്റെ അടുത്ത് സ്ഥാനം കൂടുതൽ. അവർ പെട്ടെന്ന് വികാരപ്പെടുക സ്നേഹം, സങ്കടം ഇതിലേക്കൊക്കെ പോകുന്നർത്ഥം. അതേസമയം പുരുഷന് വിവേകമാണ് വികാരത്തെക്കാൾ എപ്പോഴും അവൻ ഓവർടേക്ക് ചെയ്തു നിൽക്കുന്നത് അവനില്. അപ്പൊ അവൻ ചിന്തിച്ചിട്ടേ കാര്യങ്ങൾ ചെയ്യുള്ളൂ. ചില ആളുകളുണ്ട് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ത്വലാഖ് ചൊല്ലുന്നത്. അവരാണുങ്ങളെ കൂട്ടത്തിൽ പെടുത്താനും പറ്റൂല. ഞാൻ പറഞ്ഞത് ഒരാണിന്റെ ബുദ്ധിശക്തിയും ആലോചനാശേഷിയും ഒക്കെ ഉള്ളവരെ പറ്റിയാണ്. അപ്പൊ അല്ലാഹു തആല ചെയ്തത് എത്ര നല്ല സംഗതിയാണ്. പെണ്ണിന്റെ കയ്യിൽ ത്വലാഖിന്റെ അധികാരം കൊടുക്കാതെ ആണിന്റെ കയ്യിൽ കൊടുത്തത് ബന്ധങ്ങൾ തകരാതിരിക്കാനാണ്. പണ്ഡിതന്മാർ പറയുന്നു. എത്ര ശരിയാണതൊക്കെ, ഒക്കെ ശരിയാണെന്നാണ് ബോധ്യപ്പെടും. അങ്ങനെ ഞാനൊരു ക്ലാസ്സിൽ ഇത് പറഞ്ഞപ്പോ, ഞാൻ നേരത്തെ തമാശ പറഞ്ഞല്ല, ക്ലാസ്സിൽ ഇതിന്റെ ഹിക്മത്ത് പറഞ്ഞപ്പോ ഒരു ആളെന്നോട് ക്ലാസ് കഴിഞ്ഞപ്പോ പറഞ്ഞു, ഉസ്താദേ അത് വളരെ ശരിയാ, എന്റെ പെണ്ണുങ്ങൾക്കൊക്കെ ത്വലാഖിന്റെ അധികാരം കാണും അള്ള കൊടുത്തണെങ്കിൽ എന്നും ഓളിന്നെ 3 ചൊല്ലും. ഇയാള് പറഞ്ഞു എന്തോ ചില കാരണങ്ങൾ ഉണ്ടാവും അങ്ങനെയൊക്കെ പറയാൻ. എന്നും 3 ചൊല്ലിയിട്ടുണ്ടാവും. ഞാനൊക്കെ എന്നോ 3 ചൊല്ലിയിട്ട് പുറത്തായിട്ടുണ്ടാവും. ആണുങ്ങളെ കയ്യിലായതുകൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ നീണ്ടുപോകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ത്വലാഖ് അബ്ഗദുൽ ഹലാലായി നിശ്ചയിക്കാൻ കാരണം കുടുംബ ബന്ധത്തിന്റെ പ്രാധാന്യമാണ്. ആ കുടുംബ ബന്ധത്തിന്റെ പ്രാധാന്യമാണ്. ശരിക്കും ശ്രദ്ധിക്കണം. അതുകൊണ്ട് കുടുംബ ബന്ധം മുറിക്കരുത്. ത്വലാഖിലേക്ക് എത്തിക്കുന്ന മട്ടിൽ ഒരാണും പെണ്ണും കലഹിക്കരുത്. ഓർമ്മപ്പെടുത്തട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആണും പെണ്ണും എന്ന് പറയുന്നത് വല്ലാത്ത ഒരു ബന്ധമാണ്. ഭർത്താവും ഭാര്യയും അത് ഇണയും തുണയുമാണ്.
പരിശുദ്ധ ഇസ്ലാമിൽ ഭാര്യയും ഭർത്താവും ഒന്നുമില്ല. ഭരിക്കുന്ന ഭർത്താവും ഭരിക്കപ്പെടുന്ന ഭാര്യയും. ഭർത്താവ് പറഞ്ഞാൽ ഭരിക്കുന്നവൻ, ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നവൾ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഭരിക്കപ്പെടുന്ന ഭാര്യയോ ഭരിക്കുന്ന ഭർത്താവോ ഒന്നും ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ ഭാര്യനും ഭർത്താവിനും എന്താ പറയല്? ഭാര്യ ഭർത്താവ് എന്നല്ല പറയാം. അങ്ങനെയല്ല ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. ഇസ്ലാം പരിചയപ്പെടുത്തിയത് ഇണ, തുണ, അങ്ങനെ കാണാം. അസ്വാജ് സൗജ് എന്നാണ് ഹദീസിലും ആയത്തിലും ഒക്കെ കാണാം. وَمِنْ آيَاتِهِ أَنْ خَلَقَ لَكُم مِّنْ أَنفُسِكُمْ أَزْوَاجًا لِتَسْكُنُوا إِلَيْهَا. നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും തേടിച്ചെല്ലാനാണ് നിങ്ങളുടെ സ്വന്തം വർഗത്തിൽ നിന്ന് അല്ലാഹു ഇണകളെ സംവിധാനിച്ചു തന്നത്. ഇണകൾ വേറൊരു സ്ഥലത്ത് പറഞ്ഞു വഖലഖകും അസ്വാജ, അല്ലാഹുവാണ് നിങ്ങളെ ഇണ തുണ വ്യവസ്ഥയിൽ സൃഷ്ടിച്ചത്. ഇണയില്ലാതെ തുണയില്ല, തുണയില്ലാതെ ഇണയുമില്ല. ഇതാണ് സൗജിന്റെ പ്രത്യേകത. ഇണയും തുണയുമാകുമ്പം ഇണയില്ലാതെ തുണയില്ല, തുണയില്ലാതെ ഇണയില്ല, പരസ്പര പൂരകങ്ങളാണ്. അവിടെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആണും പെണ്ണും ഒരുമിക്കുമ്പോ, ആണും പെണ്ണും ഒരുമിക്കുന്ന സമയത്ത് ഇതൊക്കെ മനസ്സിലാക്കിയെങ്കിലേ ദാമ്പത്യബന്ധം മുറുകൂ. ദാമ്പത്യബന്ധം മുറുകണമെങ്കിൽ ഇത് മനസ്സിലാക്കണം. ആണും പെണ്ണും ബന്ധിക്കുന്നിടത്ത് അവർ രണ്ടാളും പരസ്പരം ഒന്നാകുന്നിടത്ത് ആ രണ്ടു വ്യക്തികൾ സംഗമിക്കുമ്പം അവർ രണ്ടാളുകളല്ല, മറിച്ച് ഏതാണ് ആദ്യം ഉള്ളതിനേക്കാൾ ഒന്നും കൂടെ വലുതാകുന്നേ ഉള്ളൂ. രണ്ടായ എണ്ണണ്ട. ഒന്നും എത്രയാ? 2. ഗണിതശാസ്ത്രത്തിൽ ഒന്നും എത്രയാ? 2. പക്ഷേ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു ഗണിതശാസ്ത്രമുണ്ട്. ഞാൻ അദ്ദേഹത്തെ അടുത്ത് ഇങ്ങനെ പറയുന്നത് അദ്ദേഹത്തിന്റെ ചില ആശയങ്ങൾ, അദ്ദേഹത്തിന്റെ കഥകൾ വായിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടു തോന്നിയതുകൊണ്ടാണ്. നല്ല ആരുറപ്പുള്ള കുറെ ആശയങ്ങൾ പറയാറുണ്ട് അദ്ദേഹം. നല്ല ആശയം, യോജിക്കാൻ കഴിയാത്ത പലതും ഉണ്ടാവും. അത് മനുഷ്യരാകുമ്പോ ആരുടെ ചിന്തയിലും ഉണ്ടാവും. തെറ്റുപറ്റാത്തത് അമ്പിയാക്കളുടെ ചിന്തയിലല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടല്ലാത്തൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത്, അയാൾ പറയുന്നുണ്ട് എല്ലാ ഒന്നും രണ്ടല്ല. ഞാൻ പറയുന്നു ഭാര്യ ഭർത്താക്കന്മാരുടെ കാര്യത്തിൽ അത് ഫിറ്റാ. ഒന്നും രണ്ടല്ല. അയാൾ പറയുന്നു ചില ഒന്നും ഇമ്മിണി വലിയ ഒന്നായിരിക്കും. അത് നല്ലൊരാശയമാണ്. ഇയാൾ പറഞ്ഞു അത് ഓരോ സാധനത്തിനനുസരിച്ചാണ്. ഒന്നും എത്രയെന്ന് ചോദിച്ചതിന്റെ ഉത്തരം സാഹചര്യത്തിനും സാധനത്തിനും അനുസരിച്ചാണ് വരിക, ആൾക്കും അനുസരിച്ചാണ് വരിക. ഇപ്പൊ നല്ലോണം വിശന്ന് വലഞ്ഞ് വയറൊട്ടി നിൽക്കുന്ന ഒരാളോട് ഒന്നും എത്ര വെച്ചാൽ 2 പൊറാട്ട എന്ന് പറയുന്നു. ഉത്തരേ സംഗതി 2 എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ അയാൾ പറയുമ്പോ 2 പൊറാട്ട എന്നാ പറയാം. ഒന്നും എത്രയെന്ന് വെച്ചാൽ 2 പത്തിരി എന്ന് പറയുന്നു, അല്ലെങ്കിൽ 2 പാത്രം കഞ്ഞി എന്ന് പറയുന്നു. ഇത് എങ്ങനെയാണ് ഇത് വന്നത്? ഇയാളുടെ സാഹചര്യമാണ് ഈ ഉത്തരം വരുത്തിച്ചത്. എന്നതുപോലെ ഞാൻ ക്ലാസ്സിൽ ഇരുന്ന് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സാഹിത്യകാരൻ എന്ന നിലയ്ക്ക് കവികളും സാഹിത്യകാരന്മാരും ഒക്കെ എപ്പോഴും എവിടെ ഉണ്ടാകുക? ഒരു പുഴ, കാട്, മല, അതൊക്കെ ഇങ്ങനെ ചിന്തിക്കേക്കാറ്. അതിനെക്കുറിച്ച് കഥ എഴുതാനും ഇതൊക്കെ ആയിരിക്കും ഓല ചിന്ത. അപ്പൊ ഞാനിങ്ങനെ കണക്കിന്റെ അധ്യാപകൻ ക്ലാസ്സിൽ നിന്ന് കണക്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചെറുപ്പത്തിൽ എന്നോട് ഒന്നും എത്രയെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇമ്മണി വലിയ ഒന്ന്. അയാൾ പറയാ എന്താ കാരണം? ഞാൻ അപ്പം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നത് 2 കൊച്ചു തോടുകൾ വന്ന് ചേർന്ന് ഒന്നാകുന്ന ഒരു ചിത്രമായിരുന്നു. അപ്പൊ 2 കൊച്ചു തോടുകൾ വന്നിട്ട് ഇങ്ങനെ ചേർന്ന് ഒരു വലിയ പുഴയായി മാറുന്ന ചിത്രം. അപ്പൊ ഒന്നും ഏതല്ല, 2 അല്ല, വലിയ ഒന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഇമ്മണി വലിയ ഒന്ന് എന്ന് ഉത്തരം പറഞ്ഞത്. ഇതാ ഞാൻ പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാരുടെ കാര്യത്തിൽ അങ്ങനെയാണ്. ഇതല്ലേ നമ്മൾ അമ്മോശ നമുക്ക് പെണ്ണെട്ടി ചെന്നപ്പോ പറഞ്ഞത്? എന്റെ മകളെ ഞാൻ നിന്റെ ഇണയാക്കി തന്നു, നിനക്ക് ഞാൻ കൂട്ടിച്ചേർത്തു തന്നു. അങ്ങനെയല്ലേ പറഞ്ഞില്ലേ? ഇണയാക്കുക, അങ്കാഹത്തുക്ക എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർത്ത് തരിക. ഇണയാക്കി തന്നു എന്ന് പറഞ്ഞാൽ നിന്റെ ഇണയും തുണയും ആക്കി തന്നു. ഇനി നീയും അവളും 2 അല്ല. പിന്നെ ഈ 2 വ്യക്തികളെ ഇന്നു മുതൽ ഞാൻ കൂട്ടിച്ചേർത്ത് ഒന്നാക്കിയിരിക്കുകയാണ്. ഇൻകാഹ് എന്ന് പറഞ്ഞ ആ പദത്തിന് ഉദാഹരണം ഇപ്പോ ചായ. ആ ചായയിൽ എന്തൊക്കെയാണുള്ളത്? ചായയിൽ എന്താ ഉള്ളത്? വെള്ളമുണ്ട്, പഞ്ചസാരയുണ്ട്, ചായപ്പൊടിയുണ്ട്, അല്ലേ? ഇതെല്ലാം കൂടെ കുത്തിക്കലക്കിയ പഞ്ചസാര ഇപ്പൊ ഇതിന് ലാസ്യമല്ലല്ലോ ചായ ആവാൻ, അല്ലെ? പൊടിയും വെള്ളവും കൂടെ, ചുടുവെള്ളം പൊടിയും കൂടെ കുത്തിക്കലക്കിയതാണ് ചായ. ഇത് കുത്തിക്കലക്കി ചായയാക്കി മാറ്റിയാൽ പിന്നെ പച്ചവെള്ളം വേറെ പൊടി വേറെ മാറ്റാൻ കഴിയൂല.
അതൊന്നായിട്ടാ നിൽക്കുക. എന്നതുപോലെ ഭാര്യനും ഭർത്താവും ഇൻകാഹ് ചെയ്തു കഴിഞ്ഞാൽ, ഒന്നായി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരാളിൽ നിന്ന് വേർപിരിക്കാനാവൂല. അവിധം സുദൃഢമാകണം ആ ബന്ധം. അതാണ് ഇൻകാഹിന്റെ ബന്ധം. അതുകൊണ്ടാണ് സവ്വജ്തുക വഅൻകഹ്തുക എന്ന പദം തന്നെ നിശ്ചയിച്ചത്. ആ പദം തന്നെ കല്യാണത്തിന്റെ സാധുതക്ക് നിശ്ചയിക്കാൻ കാരണം അതാണ്. സവ്വജ്തുക വഅൻകഹ്തുക, അപ്പോ ഇണയാ തുണയാ. നേരത്തെ പറഞ്ഞതുപോലെ ഏത് മാത്സിന്റെ മാഷ് പഠിപ്പിച്ച കണക്കങ്ങ് തെറ്റും. ഒന്നും രണ്ട് എന്നല്ല, രണ്ടായി നടന്നിരുന്ന രണ്ടാളെ പിടിച്ച് ഒന്നാക്കി ചേർക്കുമ്പോൾ ഇരുമെയ്യാണെങ്കിലും ഒറ്റ മനസ്സ്. ഇതാണ് ഭാര്യയും ഭർത്താവും. ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുൻ. അവർ നിങ്ങളുടെ ഉടയാടകളാണ്, നിങ്ങൾ അവരുടെ ഉടയാടകളുമാണ്. ഇങ്ങനെയാണ് കുടുംബബന്ധം സുദൃഢമാകേണ്ടത്. ലിബാസ് സിയാബ് എന്നല്ല പറഞ്ഞത്. ഹുന്ന സിയാബുൽ ലക്കും വഅൻതും സിയാബുൽ ലഹുന്ന എന്നാ പറഞ്ഞതെങ്കിൽ വസ്ത്രം എന്നതിന്റെ അർത്ഥം. ലിബാസ് എന്ന് പറഞ്ഞാൽ കേവല വസ്ത്രമല്ല. എന്റെ ശരീരത്തിൽ ഞാൻ ധരിച്ച വസ്ത്രത്തിനാ ലിബാസ് എന്ന് പറയാം. അറബിയിൽ ലബിസ എന്ന് പറഞ്ഞാൽ ധരിച്ചു എന്നർത്ഥം. ലിബാസ് ധരിക്കുന്ന വസ്ത്രമാണ്. അപ്പൊ എന്താണ്? ശരീരത്തിൽ ധരിച്ചാൽ അത് ശരീരത്തോട് ചേർന്ന് നിൽക്കും. ഞാനും വസ്ത്രവും രണ്ടായി നിൽക്കൂല. സിയാബ് എന്ന് പറഞ്ഞാൽ അത് അയലിലായിരിക്കാം. സിയാബ് എന്ന് പറയുമ്പോ അലമാരിയിൽ മടക്കിയിടാം. സിയാബ് എന്ന് പറയുമ്പോ ഹാങ്ങറിൽ തൂങ്ങിക്കിടക്കാം. അയലിൽ മടക്കിയിടാം, അലമാരിയിൽ മടക്കി വെക്കാം. ടെക്സ്റ്റൈൽസിലിരിക്കുമ്പോഴും സിയാബാണ് അല്ലെ, ടൈലറ കടയിലിരിക്കുമ്പോഴും സിയാബാണ്. പക്ഷെ ലിബാസ് ആകണമെങ്കിൽ എന്റെ ശരീരത്തിൽ കയറണം. അവിടെ ആ വിഷയം. എന്നതുപോലെ ആണും പെണ്ണും ഒന്നായി ചേരുന്നു. ഇരുമെയ്യാണെങ്കിലും ഒറ്റ മനസ്സ്. ഭാര്യയുള്ളത് നിങ്ങളെ നാട്ടിലെ അടുക്കളയിലാ, നീ ഉള്ളത് അങ്ങകല ഗൾഫില് ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തില്. കിലോമീറ്ററുകളുടെ ദൈർഘ്യം രണ്ടാളും തമ്മിലുണ്ടെങ്കിലും, അല്ലെങ്കിൽ നേരം വെളുത്താൽ ഭർത്താവ് ജോലിക്ക് പോകുന്നു, അങ്ങനെയൊക്കെയാണെങ്കിലും ഭാര്യയുടെ മനസ്സിൽ നിറയെ ഭർത്താവാണ്. കഷ്ടപ്പെടുന്ന ഭർത്താവിന്റെ മനസ്സിൽ നിറയെ ഭാര്യയാണ്. അങ്ങനെ ആവണം. അതാണ് യഥാർത്ഥ ഭാര്യയും ഭർത്താവും. ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുൻ. അപ്പൊ ഇണയും തുണയുമാണ്. ഒന്നായി നീങ്ങണം. അകൽച്ച പാടില്ല. അത് ദിവസങ്ങൾ കഴിയും തോറും അകൽച്ച വരാതെ തന്നെ കാത്തു സൂക്ഷിക്കണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നേരെ തലക്കുത്തനെയാണ്, ഉരുട്ടയാണ്. കീക്കാൻ തൂക്കാ കാര്യമുണ്ട്. എന്ത്? കല്യാണം കഴിഞ്ഞ ഉടനെയൊക്കെ വല്ലാത്ത അടുപ്പവും ബന്ധുവായിരിക്കും. പിന്നെ ഓരോ ദിവസം ഇങ്ങനെ കഴിയുന്നതിനനുസരിച്ച് ഇങ്ങനെ അകലും. അങ്ങനെ ഉണ്ട്. കല്യാണം കഴിഞ്ഞ ഉടനെയൊക്കെ നല്ല ബന്ധമായിരിക്കും. പിന്നെ ഓരോ ദിവസം ഇങ്ങനെ കഴിയും തോറും ബന്ധം അകന്നകന്നകന്നു പോകും. ശരിക്കത് ശരിയാണോ അല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. കല്യാണം കഴിഞ്ഞ് നടക്കുമ്പോൾ രണ്ടാളും കയ്യും പിടിച്ചേ നടക്കുള്ളൂ. മനുഷ്യന്മാരിത് കാണുന്നുണ്ട് എന്നുള്ള മാനക്കേടും കൂടി ഉണ്ടാവില്ല അല്ലേ? ഫുട്പാത്തിലൂടെ ഒക്കെ കയ്യും പിടിച്ച് ഇങ്ങനെ നടക്കും രണ്ടാളും. മനുഷ്യൻ കാണുന്നുണ്ട് ചങ്ങായിമാരെന്ന് പറഞ്ഞാൽ പോലും അത് പോലെ ചെവിക്ക് പോവില്ല. തീറ വലിയ സ്നേഹബന്ധമായിരിക്കും. അങ്ങനെ കുറച്ച് കഴിഞ്ഞു ഭാര്യ ഗർഭിണിയായി. അപ്പോഴേക്കും അങ്ങനെ അകലുക. ആ ബന്ധം ഇങ്ങനെ അകലെയാണ്. ആദ്യകാലത്തൊക്കെ കല്യാണം കഴിഞ്ഞ ഉടനെയൊക്കെ ബസ്സിൽ കയറിയാൽ സീറ്റ് തന്നെ രണ്ടെണ്ണം വേണ്ട, ഒന്ന് മതി, ഉണ്ടാക്കും കൂടി. അത്ര സ്നേഹത്തിലും ബന്ധത്തിലുമായിരുന്നു. പക്ഷെ പിന്നെന്ത് ചെയ്തു? ഭാര്യ ഗർഭിണിയായപ്പോ ഭാര്യന്റെ അടുത്തിരിക്കേണ്ട സമയമാണ്, അവളെ താങ്ങേണ്ട സമയമാണ്, അവൾക്ക് ഒത്താശ നടത്തേണ്ട സമയമാണ്, അവളെ സ്നേഹിക്കേണ്ട സമയമാണ്. അപ്പോഴേക്ക് മൂപ്പരെന്ത് ചെയ്തു? ഈ മുന്നിൽ കയറിക്കോ, ഞാൻ ബാക്കിൽ കയറാം അല്ലേ? മൂപ്പര് ബാക്കിലെ സീറ്റിൽ, ഓള് മുന്നിലെ സീറ്റിൽ മാറി. പിന്നെ ഇനി കുട്ടികളായി, ഒന്നും രണ്ടും കുട്ടികൾ. സുബ്ഹാനല്ലാഹ്, ഒരു കുട്ടിനെ എടുത്ത് ഒരു കുട്ടി അടിയിൽ ഉമ്മാന്റെ പർദ്ദയിൽ തൂങ്ങി. ഈ ഉമ്മ വണ്ടിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്, പിടിച്ച് നിൽക്കുകയാണ്. ഇതൊക്കെ മൂപ്പര് കാണുന്നുണ്ട്. അതിലൊരു കുട്ടിനെ പോലും മൂപ്പര് വാങ്ങൂല. ബാക്കിൽ കിട്ടിയ സീറ്റിൽ മാലന്ന് കിടക്കും മൂപ്പര്. ഒരു വിഷമം ഉണ്ടാവില്ല, ഒരു വിഷമം ഉണ്ടാവില്ല. ഇനിയോ മറ്റു ചിലരോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗർഭാകുന്നതോടുകൂടെ സീറ്റ് രണ്ടായെങ്കിൽ മറ്റു ചില ആളുകൾ കുഞ്ഞുങ്ങളാകുന്നതോടുകൂടെ വണ്ടി തന്നെ രണ്ടാവും. എന്തോ പരിപാടി ഭാര്യന്റെ വീട്ടിലുണ്ടെങ്കിൽ ഇജി പോയിക്കോ, ഞാൻ ഉച്ചയാകുമ്പോത്തിന് വരട്ടോ, പിന്നെ ഇവളൊറ്റക്ക് പോയിക്കോളൂ. ഞാൻ പറയുന്നത് ഓരോ ദിവസം കൂടും തോറും ഇങ്ങനെ അകലെയാണ് ബന്ധങ്ങൾ.
ഇങ്ങനെയല്ല സത്യത്തിൽ വേണ്ടത്. ആദ്യകാലത്ത് ഒറ്റക്ക് നടക്കാൻ പറ്റുന്ന സമയമാണ്. അന്ന് കൈ പിടിച്ചില്ലെങ്കിലും വീഴൂല. 16ലും 15ലായി കൈയും പിടിച്ചുകൊണ്ട് കിടക്കുന്നു. അന്ന് പിടിച്ചില്ലെങ്കിൽ വീഴൊന്നുമില്ല അല്ലേ? ഗർഭം 10 തികഞ്ഞ് നിൽക്കണം, അപ്പൊ ഒരു കൈ പിടിക്കുകയാണെങ്കിൽ ഒരു കാര്യമാണ്. അപ്പൊ മൂപ്പരാ വൈക്ക് തന്നെയല്ല. ഞാൻ പറയുന്നത് ഇതാണോ ബന്ധങ്ങള്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യാഭർത്തൃബന്ധം എന്നല്ല വിളിച്ചത്, ഇണതുണ ബന്ധം എന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹിക്ക് വിളിക്കാൻ ഇഷ്ടം. ഹദീസിൽ അങ്ങനെയാ, ആയത്തിൽ അങ്ങനെയാ. സൗജ് അസ്വാജ് എന്ന പ്രയോഗമാണ്. ഇണ, തുണ, ഇണകൾ, തുണകൾ അങ്ങനെ പ്രയോഗിച്ചിട്ടുള്ളൂ. അതാണ് ഭംഗിയുള്ള ജീവിതം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വളരെ സന്തോഷത്തോടെ ജീവിക്കണം. കുടുംബത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ വിഷയങ്ങളെ ഊതി വീർപ്പിച്ച് അതൊരു വലിയ ബോംബാക്കി പൊട്ടിക്കരുത്. നിങ്ങൾ ക്ഷമിക്കണം. മുത്തുനബി പറഞ്ഞു, ഫഇൻ കരിഹ്തുമൂഹുന്ന ഫഅസാ അൻ തക്റഹു ശൈഅൻ വയജഅലല്ലാഹു ഫീഹി ഖൈറൻ കസീറാ. ഭർത്താവിന്റെ ഭാര്യയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ദുസ്വഭാവം കാണുമ്പോഴേക്ക് പൊട്ടിത്തെറിക്കരുത്. എന്തേ? അല്ലാഹ് നിങ്ങൾക്ക് വെറുപ്പുള്ള ചില കാര്യങ്ങളിൽ ധാരാളം ഖൈറുകൾ വെച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിയണം. നിങ്ങൾക്ക് വെറുപ്പുള്ള ചില കാര്യങ്ങളിൽ ധാരാളം ഖൈറുകൾ വെച്ചിട്ടുണ്ട്. അല്ലാഹു തന്നെ പറയുന്നു, വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും. നിങ്ങൾ ചിലത് ഇഷ്ടപ്പെടും, അത് നിങ്ങൾക്ക് ദോഷമായിരിക്കും. നിങ്ങൾ ചിലത് വെറുക്കും, അത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. കാരണം കാര്യത്തിന്റെ നിജസ്ഥിതി അറിയുക നിങ്ങൾക്കാണ്. കാര്യത്തിന്റെ നിജസ്ഥിതി അറിയുക അല്ലാഹുവിനാണ്. യുകയില്ല. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. എത്ര ഭംഗിയുള്ള ആയത്ത് അതൊക്കെ. ഇതൊരു പൊതു നിയമമാണ് പറഞ്ഞത്. ചില കാര്യം നമുക്ക് ഇഷ്ടമായിരിക്കും, പക്ഷെ അത് നമുക്ക് ഷർറായിരിക്കും. ചിലത് നമുക്ക് വെറുപ്പായിരിക്കും, പക്ഷെ അത് ഖൈറായിരിക്കും. എത്ര ശരിയാണത്. അതൊക്കെ നമ്മളെ ജീവിതത്തിലേക്ക് ഒരു നാടൻ ഉദാഹരണത്തിലേക്കൊന്ന് തിരിച്ചു വരൂ. സമ്മതിക്കും. സൂറത്തുൽ ബഖറയുടെ 216 ഈ ആയത്ത് സത്യാണെന്ന് നമ്മൾ സമ്മതിക്കും. എങ്ങനെയാ സമ്മതിക്കുക? നിങ്ങൾ രാവിലെ ഫസ്റ്റ് വണ്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ആ വണ്ടി നഷ്ടപ്പെട്ടാല് നിങ്ങളെ കാര്യമൊക്കെ കൊളാവും. അതിന് പോകാൻ വേണ്ടി നിങ്ങൾ ആ വണ്ടി നിങ്ങളെ ബസ് സ്റ്റോപ്പിൽ എത്തുന്നതിന്റെ 5 മിനിറ്റ് മുമ്പ് എത്തുക. അതിന് നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് മാറ്റി ഭാര്യ തന്ന കാലിച്ചായ പോലും കുടിക്കാതെ പകുതി കുടിച്ച് അവിടെ ഇട്ടേച്ച് ഓടിയതാ. 5 മിനിറ്റ് മുമ്പ് 6:50 ബസ്. 6:45 നിങ്ങൾ സ്റ്റോപ്പിലെത്തിയിട്ടുണ്ട്. നിങ്ങൾ സ്റ്റോപ്പിലോട്ട് എത്തുമ്പോ നിങ്ങൾ ഓടിങ്ങോട്ട് വരിക. അപ്പുണ്ട് ബസ് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. 5 മിനിറ്റ് നേരത്തെ വണ്ടിയാണ്ട് പോയി. അപ്പണ്ട് നിങ്ങൾ അവിടെ ആ നിന്ന നൃത്തത്തിൽ നിന്നിട്ട് നിങ്ങൾ ആ വണ്ടിന്റെ ഡ്രൈവറേയും പറയും, ക്ലീനറേയും പറയും, അല്ലെ ചെക്കറേയും പറയും, ഒക്കെ പറയും. അല്ലേ? ഒരു നേരത്തെ വരുന്ന കൂട്ടരുത്. നമ്മളങ്ങനെ പറയാം. സമയമായിട്ട് വന്നാ പോരെ. അങ്ങനെ നമുക്കിത് നഷ്ടപ്പെട്ടു എന്നുള്ള വിഷമാണ്. ഇതിപ്പോ നമ്മൾ അങ്ങേറ്റം വെറുപ്പ്. ആ വണ്ടി കിട്ടാതെ പോയതിനെ നമ്മൾ വെറുക്കുകയാണ്. ആ വണ്ടി കിട്ടലാങ്ങളെ ഇഷ്ടം, കിട്ടാതിരിക്കുന്നത് നിങ്ങൾക്ക് വെറുപ്പാ. എന്നിട്ട് നിങ്ങൾ ആ ഡ്രൈവറും ക്ലീനറും ഒക്കെ പറഞ്ഞു, എല്ലാം പറഞ്ഞിട്ട് ഇതിന്റെ ഡ്രൈവറും ക്ലീനറേയും അതുപോലെ തന്നെ സെക്രട്ടറിയും ഒക്കെ കുറ്റം പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ അങ്ങനെ ഞാൻ അടുത്ത വണ്ടി എപ്പോഴാ? അരമണിക്കൂർ കഴിഞ്ഞിട്ടാ. അതുവരെ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ തലയും ചൊറിഞ്ഞിരിക്കുമ്പോണ്ട് അടുത്ത പുരക്കാരങ്ങനെ വരണം. എന്തേ അയമുട്ടിയെ വണ്ടി കിട്ടിയില്ലേ? അതൊന്നും പറയണ്ട. ആ ചങ്ങായി 5 മിനിറ്റ് മുമ്പ് ഇതിലെ ഓടി. ഞാൻ 5 മിനിറ്റ് മുമ്പ് എത്തിയിട്ടുണ്ട്. നേരം വൈകണ്ടാണ്. അതിന്റെ 5 മിനിറ്റ് മുമ്പ് ഒരു പോയി ഇതിലെ. ഇങ്ങനെ എത്രയോ ആളുകൾ ഇത് കണക്കാക്കി വരൂലേ? ആ പാഹയൻ കേട്ടോ, എന്റെ വാപ്പാനും ഇമ്മാനും ഒക്കെ പറയും. അവിടെ ഇങ്ങനെ പറയും. ഏതായാലും മറ്റേ വണ്ടി വരുവോളും പറയണല്ലോ. പറയും. അടുത്ത വണ്ടിക്ക് കയറി 2 കിലോമീറ്റർ അപ്പുറത്ത് ചെന്നപ്പോ കാണുന്നതെന്താ? 6:45 പോയ വണ്ടി ഒരു കൊക്കയിലേക്ക് മറിഞ്ഞ് 4 ടയറും മുകളിലായിട്ട് അവിടെ രക്ഷാപ്രവർത്തനമൊക്കെ നടത്തിയതിന്റെ അടയാളങ്ങളാ കാണുന്നത്. അപ്പം അങ്ങനെ പറയണം, അൽഹംദുലില്ലാ ആ ഡ്രൈവർ ചെയ്തതൊരു നല്ല പണിയായി പോയി അല്ലേ?
പറയൂ. നിങ്ങൾ വെറുക്കുന്ന ചില കാര്യം നിങ്ങൾക്ക് ഹൈറായിരിക്കും, അത് നടക്കരുത് നിങ്ങൾ കരുതി, പക്ഷെ നിങ്ങൾക്ക് അത് ഹൈറായിരിക്കും. എന്നാ വണ്ടി കിട്ടാതിരുന്നത് ഹൈറാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഷെറാണ്, ആ വണ്ടി കിട്ടലാങ്ങൾ കരുതിയിരുന്നത്, നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നത് അത് നിങ്ങൾക്ക് ഷെറാണ്. ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അപകടത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടങ്ങൾ കുടുങ്ങിയിട്ടുണ്ടാകും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഭാര്യയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പൊരുത്തക്കേടുകൾ, ദുസ്വഭാവങ്ങൾ കണ്ടാൽ ഉടനെ അങ്ങ് ത്വലാഖ് ചൊല്ലി പിരിക്കരുത്. സഹിക്കണം, ക്ഷമിക്കണം. ഒരു ദോഷം ഉണ്ടെങ്കിൽ 100 ഹൈർ അതിലുണ്ടാവുമെന്ന് വിശ്വസിക്കണം. ഭാര്യമാരോട് നമ്മൾ പാലിക്കേണ്ട സമീപനാണ് ഈ പഠിപ്പിക്കേണ്ടത്. ഭാര്യനെ ഒരിക്കലും ദ്രോഹിക്കരുത്, ഭർത്താവിനെ തിരിച്ചും ദ്രോഹിക്കരുത്. രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കണം. അപ്പോഴേ ഭാര്യ ഭർത്തൃ ബന്ധം സന്തോഷത്തിൽ മുന്നോട്ട് പോകുള്ളൂ. അന്ന് അമ്മോശൻ നിങ്ങൾക്ക് കെട്ടിച്ചു തരുമ്പം നിങ്ങളെ കൈ പിടിച്ചിട്ട് നടത്തിയ ഒരു വസിയ്യത്തുണ്ട്, ഓർക്കുന്നുണ്ടോ? ഉസവ്വിജുക അലാ മാ അമറല്ലാഹു ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ പറഞ്ഞിട്ടില്ലേ? അതാദ്യം പ്രതിജ്ഞ ചൊല്ലിയിട്ടാ നമുക്ക് കെട്ടിച്ചെന്ന്. കെട്ടിച്ചു തരുന്നതിന് മുമ്പ് പറഞ്ഞതാ, മോനെ ഇതൊരു കാര്യമായ ബന്ധാണ്. എന്റെ മോനെ, എന്റെ മോളെ ഞാൻ കെട്ടിച്ചു തരുന്നതേ അലാമാ അമറല്ലാഹു ബിഹി, അല്ലാഹു കൽപ്പിച്ച ഒരു സന്ദേശത്തിലാണ് ഞാൻ കെട്ടിച്ചു തരുന്നത്. മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. അതേ നന്മ കൊണ്ട് നല്ല നിലക്ക് എന്റെ മകളെ കൊണ്ടുപോയി നോക്കുക, അല്ലെങ്കിൽ നല്ല നിലക്ക് വിട്ടയക്കുക. കയറില്ലാതെ കെട്ടിയിടരുത്, ദ്രോഹിക്കരുത്, വിഷമിപ്പിക്കരുത്. നല്ലൽക്ക് നോക്കി നടക്കണം എന്ന് പറഞ്ഞിട്ടാണ് മോശം കെട്ടിച്ചെന്നത്. പിന്നെ ആ പെണ്ണിനിട്ട് ദ്രോഹിക്കാൻ പാടില്ല. അല്ലാഹു തആല പരസ്പരം നല്ല സ്നേഹബന്ധമുള്ള കുടുംബമാക്കി അല്ലാഹു നമ്മുടെ കുടുംബത്തെ മാറ്റിത്തരട്ടെ. അല്ലാഹു നമ്മുടെ കുടുംബത്തെ മാറ്റിത്തരട്ടെ. എന്നതുപോലെ ഈ കുടുംബബന്ധം മുറിയുന്നതിനാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹുഖൂഖുൽ വാലിദൈനി, മാതാപിതാക്കളെ വെറുപ്പിക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം കുടുംബബന്ധം മുറിയുന്നതിനെതിരെ പറഞ്ഞതാണ്. കഴിഞ്ഞില്ല സയ്യിദുൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇസ്ലാമിൽ മൊത്തം കുടുംബബന്ധം മുറിക്കുന്നത് വളരെ ഗൗരവമുള്ള വിഷയമായിട്ടാ വെച്ചത്. കുടുംബബന്ധം മുറിക്കുന്നവരെ പറ്റി അല്ലാഹ് പറഞ്ഞത് എന്താണെന്നറിയോ? ഫഹൽ അസൈതും ഇൻ തവല്ലൈതും അൻ തുഫ്സിദൂ ഫിൽ അർളി വതുഖത്തിഉ അർഹാമകും. കുടുംബബന്ധം മുറിച്ചു കളഞ്ഞാൽ അല്ലാഹ് പറയുന്നു ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്, അല്ലാഹു അവരെ ശപിക്കുന്നതാണ്. കുടുംബബന്ധം മുറിക്കുന്നവരെ അല്ലാഹു ശപിക്കും, അവരെ അന്ധരാക്കും, അവരെ ബധിരരാക്കും, അവർക്ക് കണ്ണും കാതും ഉണ്ടാകൂല. കുടുംബബന്ധം മുറിക്കുന്നവൻ പിന്നെ എന്തു തോന്നിയാസവും ചെയ്യും. അവന് കണ്ണും കാതും ഇല്ലാതെയാക്കും അല്ലാഹു. ഖുർആൻ നിങ്ങൾ ആലോചിക്കുന്നില്ലേ? ഖുർആനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഖുർആൻ നിങ്ങളോട് പറഞ്ഞത് കുടുംബബന്ധം സുദൃഢമായി കാത്തു സൂക്ഷിക്കണമെന്നാണ്, സുദൃഢമായി കാത്തു സൂക്ഷിക്കണമെന്നാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ പള്ളി ദർസിലേക്ക് നമുക്കൊന്ന് വരാം. ഇബ്നു മസ്ഊദ് തങ്ങളുടെ പള്ളി ദർസിലുണ്ടായ ഒരു അത്ഭുതകരമായ സംഭവം. കുടുംബബന്ധം മുറിക്കുന്നതിന്റെ ഗൗരവം അവിടെ വരുന്നുണ്ട്, അതൊന്ന് പറയാം. അതിന്റെ മുമ്പ് എല്ലാവരും എഴുന്നേറ്റ് ഇന്നലെ പറഞ്ഞതുപോലെ മദീനയിലേക്ക് ഖൽബ് തിരിച്ച് എല്ലാവരും അന്തത്വത്തിലോ ചെല്ലണം. എന്നിട്ട് ഇബ്നു മസ്ഊദിന്റെ ആ സംഭവം പറയുന്നതോടുകൂടി ഇൻഷാ അല്ലാഹ് എനിക്ക് ഉറപ്പുണ്ട്, ആരെങ്കിലും കുടുംബ ബന്ധുവായിട്ട് പിണങ്ങിയവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ പോയി നന്നാവും. പടച്ചോനെ പേടിയില്ലെങ്കിൽ നന്നാവും. ജ്യേഷ്ഠനും അഞ്ചനും പിണങ്ങിക്കണോല് ഈ സദസ്സിലുണ്ടാവും. ഉമ്മാനോട് മിണ്ടിയിട്ട് മാസങ്ങളായിട്ടുള്ളവരുണ്ടാവും, വാപ്പാനോട് മിണ്ടിയിട്ട് മാസങ്ങളായിട്ടുള്ളവരുണ്ടാവും, ജ്യേഷ്ഠനും അനുജനും പിണങ്ങിയവരുണ്ടാകും, പെങ്ങളെ വീട്ടിൽ പോയ കാലം മറന്ന ആങ്ങളുണ്ടാവും. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഒരു പാടാണ്. കുടുംബ ബന്ധം മുറിക്കരുത്. ആങ്ങളെയും പെങ്ങളും തെറ്റരുത്, ജ്യേഷ്ഠനും അനുജനും തെറ്റരുത്. സ്നേഹബന്ധത്തോടെ ജീവിക്കണം എന്ന് പറഞ്ഞുതരാം. അതിന്റെ ഗൗരവത്തിനെ എത്രത്തോളം നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവില്ല. ഇൻഷാ അല്ലാഹ് കേൾക്കാൻ പോകുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയുന്ന ഒരു ഗൗരവം കേൾക്കാൻ പോകുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ഭംഗിയായിട്ട് അന്തത്വത്തിൽ വെച്ചില്ല. الكواكب كالبدور
بل وأشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب الأهربي أنت أم أم أب ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي أنت منجينا ودا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول تكبت على الخطا غير حسر وعدد لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب الأربي إننا نرجو إلى كأس حوضك للعطش يوم نشر كتابي يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب الأربي الشفاعة هب لنا في القيامة مشفقا وأهلنا إمضاء يا سيدي خير النبي الصلاة والسلام على الرسول شفيع الأبطحي والحبيب الأربي الصلاة على النبي كل وقت دائما لا نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب الأربي ബക്കറ്റ് പിരിവ് വരുന്നുണ്ട്. എല്ലാവരും ഭംഗിയായിട്ട് സഹകരിക്കണം. സഹോദരിമാരുടെ ഭാഗത്തൊക്കെ എന്തെങ്കിലും ഒരു സംഭാവന ഈ വാൽവിന് നൽകുക എന്നുള്ളത് നമ്മുടെ ദുന്യാവും ആഖിറും ഒക്കെ രക്ഷപ്പെടാൻ നല്ലതാ. നല്ല സംഭാവന നിങ്ങളൊക്കെ നൽകണം. എല്ലാവരും ഇത് സംഘടിപ്പിച്ച സംഘാടകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ കാര്യങ്ങളും ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഭംഗിയായി നടത്താൻ നിങ്ങൾ അവരെ സഹായിക്കണം എന്നുണർത്തുകയാണ്. കക്കിടി ശിഹാബ് 1000 രൂപ, കല്ലിങ്ങൽ ഭാവ 500 രൂപ. അല്ലാഹു തആല രണ്ടുപേരുടെയും സ്വതക്ക സ്വീകരിക്കട്ടെ. അല്ലാഹു രണ്ടുപേരുടെയും കുടുംബത്തിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ. ആഖിറം അല്ലാഹു നന്നാക്കി കൊടുക്കട്ടെ. പടച്ചോനെ ആഖിറം നീ നന്നാക്കി കൊടുക്കണേ അല്ലാഹ്. ആഖിറം നീ നന്നാക്കി കൊടുക്കണേ അല്ലാഹ്. പടച്ചോനെ ആഖിറം നീ നന്നാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ആഖിറം നീ നന്നാക്കി കൊടുക്കണേ അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. കുടുംബ ബന്ധം ചേർക്കണം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ദുആ ഇൻഷാ അല്ലാഹ് അവസാനാക്കാം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ക്ലാസ് എടുക്കുകയാണ്. അന്നത്തെ ക്ലാസ്സിലെ വിഷയം എന്തായിരുന്നു എന്നൊന്നും അറിയില്ല, അത് ഹദീസിൽ കാണുന്നില്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ക്ലാസ് എടുക്കുകയാണ്, മദീനത്തെ പള്ളിയിൽ നിന്ന് ദർസ് നടത്തുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സുബഹിന്റെ ശേഷം ഒരു ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പം ക്ലാസ് കഴിഞ്ഞ് ദുആരക്കാൻ ഒരുങ്ങുമ്പം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറഞ്ഞു, അൻഷുദുല്ലാഹ ഖാതിഅ റഹിമിൻ ഫീകും.
അള്ളാഹുവിനെ മുൻനിർത്തി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അള്ളാഹുവിനെ സാക്ഷിയാക്കിയിട്ട് ഈ സദസ്സിനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങളെ കൂട്ടത്തിൽ കുടുംബ ബന്ധം മുറിച്ചവരാരെങ്കിലും ഉണ്ടോ? ഉമ്മയും വാപ്പയുമായിട്ട് പിണക്കത്തിലുള്ള ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ജ്യേഷ്ഠനും അനുജനുമായിട്ട് പിണങ്ങി നിൽക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ആങ്ങളെയും പെങ്ങളും മിണ്ടാത്ത ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തില്? ഉണ്ടെങ്കിൽ പടച്ചോനെ വിചാരിച്ചിട്ട് ഒന്ന് കൈപൊക്കണം എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് നിങ്ങളോട് പറഞ്ഞല്ല കേട്ടോ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അന്ന് മദീനത്തെ പള്ളിയിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞ് ദുആ ചെയ്യാൻ നേരത്ത് സദസ്സിനോട് ചോദിച്ചപ്പോൾ ഒരു മനുഷ്യനെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അന ഇബ്നു മസ്ഊദ്. ഇബ്നു മസ്ഊദ് തങ്ങളെ, ഞാനുണ്ട്. ഞാൻ എന്റെ ബന്ധുവായ ഒരാളുമായിട്ട് പിണക്കത്തിലാ. എന്റെ ജ്യേഷ്ഠനോട് പിണങ്ങി നിൽക്കുകയാണ്, അനുജനോട് പിണങ്ങി നിൽക്കുക. അത് ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. ഇയാളെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ കുടുംബബന്ധം മുറിച്ചിട്ടുണ്ട്. പിണക്കുള്ള ആളാണ്, കുടുംബത്തിൽ വേണ്ടത്ര നല്ല സന്തോഷത്തിലല്ല. എടുത്ത വഴിക്ക് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറഞ്ഞു, ഫഖ്റുജ് അന്നാ. എങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തെ, ഒന്നും വിചാരിക്കരുത്, ഈ സദസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം. ഞങ്ങളെ സദസ്സിൽ നിന്ന് പുറത്തേക്ക് പോകണം. എന്താ കാരണം? നാനുരീദു അൻ നദഉ അല്ലാഹ റബ്ബൽ ആലമീൻ. ഞങ്ങൾ രോഗരക്ഷിതാവായ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ക്ലാസ് കഴിഞ്ഞ് ദ്വാരക്കാണ്. അപ്പൊ ഞങ്ങൾ ദ്വാരക്കാൻ പോവാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കോ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറഞ്ഞു, നിങ്ങൾ വിചാരിക്കും എന്തിനാ എന്നെ പുറത്തേക്ക് നിർത്തുന്നത് ദുആ ചെയ്യുമ്പോ? എന്തിനാണ് ഈ കണ്ണിച്ചോരല്ലാത്ത പണി എന്നോട് പറഞ്ഞത്? എന്താ ഈ സാധു ഇവിടെ ഇരുന്നോട്ടെ എന്ന് വെച്ചൂടെ? ഒന്നുമല്ല സുഹൃത്തെ, വെറുക്കരുത് ട്ടോ. ബലഗന, ശ്രദ്ധിക്ക്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയാ, ബലഗന, ഞമ്മക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. അള്ളാന്റെ റസൂല് പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട് മോനെ. എന്ത്? ഇന്ന അബ്വാബസ്സമാവാതി മുഗ്ലഖത്തുൻ ദൂന ഖാതിഇ റഹിം. ആകാശ കവാടങ്ങൾ, ദുആ അല്ലാഹ് സ്വീകരിച്ച് മുകളിലേക്കാണ്ട് പോകണമെങ്കിൽ ആകാശത്ത് വാതിൽ തുറന്നിട്ടണം. ആകാശ കവാടങ്ങൾ തുറന്നു കിട്ടണം ദുആ പടച്ചോൻ സ്വീകരിക്കണമെങ്കിൽ. പൊന്നുമോനെ, അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടെന്ത്? ആകാശ കവാടങ്ങള് മുഗ്ലഖത്തുൻ, അത് തട്ടിക്കൊട്ടിയടച്ചതാണ്. തട്ടിയടച്ച് സാക്ഷിയിട്ടിരിക്കുന്നു. ശരിക്ക് തട്ടിയടച്ച് സാക്ഷിയിട്ടിരിക്കുന്നു ആകാശ കവാടങ്ങൾ. ദൂന ഖാതിഇ റഹിം, കുടുംബബന്ധം മുറിച്ചവന് നേരെ ആകാശ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെട്ടിരിക്കുന്നു എന്ന വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ദുആ സ്വീകരിക്കുന്നതിന് തടസ്സാകും കുടുംബബന്ധം മുറിച്ച നിങ്ങൾ ഇക്കൂട്ടത്തിലുണ്ടായാല് ഈ ദുആ അങ്ങോട്ട് ചെല്ലുമ്പോ പറയും, ഒരാൾ കുടുംബബന്ധം മുറിച്ചവനാണ്, ഈ ദുആ വേണ്ട. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊന്ന് പുറത്ത് കടന്നു തരുമോ? ഞങ്ങൾക്ക് ദുആ ഇറക്കാനൊരു എളുപ്പത്തിനാണ്, ഈ ജാബത്ത് കിട്ടുന്ന ഉറപ്പിക്കാനാണ്. സപ്പോസ് സങ്കല്പിക്കുക, നമ്മളിപ്പോ ഏകദേശം ദുആനോട് അടുത്ത് നിൽക്കുക അല്ലേ? ഈ സദസ്സിൽ ഞാൻ ചോദിക്കാം, ഏതെങ്കിലും നിലക്ക് കുടുംബ ബന്ധുവായിട്ട് പിണക്കമുള്ള ആളുകളുണ്ടെങ്കിൽ, വാപ്പാനോടും മാനോടും തന്നെ പിണക്കമുള്ളവരുണ്ടാവും കൂട്ടത്തിൽ, അതൊന്നും വേണ്ട. ജ്യേഷ്ഠനോ അനുജനോ പെങ്ങളോ ആങ്ങളെയോ ആരെങ്കിലും തെറ്റി നിൽക്കുന്നതുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മൾ ദ്വാരക്കാൻ പോവാണ്, ഒന്ന് പുറത്തേക്ക് നിൽക്കണമെന്ന് ഞാൻ ഇവിടുന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് അതിനോട് നിങ്ങൾ പ്രതികരിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ആമീൻ പറയാൻ ആള് കുറയും എന്ന ഭീതിയല്ല എനിക്കുള്ളത്. ദ്വാരക്കാനും ആളുണ്ടാവില്ല, ഞാനും ഇറങ്ങേണ്ടി വരും. അങ്ങനെയാണ് പോലെ. ആർക്ക് പറയാൻ കഴിയും? എന്റെ കുടുംബത്തിൽ മുഴുവൻ അംഗങ്ങളുമായിട്ട് ഞാൻ നല്ല നിലക്കാണ്, ആർക്ക് പറയാൻ കഴിയും? ചിന്തിച്ചോ? എവിടെയെങ്കിലും വിട്ട കണ്ണികളുണ്ടെങ്കിൽ അടുപ്പിക്കാൻ. എവിടെയെങ്കിലും കുടുംബ ബന്ധത്തിന്റെ കണ്ണികൾ ലൂസായിട്ടുണ്ടോ? ഇന്ന് തന്നെ ടൈറ്റ് ആക്കണം.
ഇന്ന് തന്നെ ടൈറ്റ് ആക്കണം. ജേഷ്ഠനും അനുജനും പിണങ്ങരുത്, പാപ്പയും ഉമ്മയും പിണങ്ങരുത്, ഭാര്യയും ഭർത്താവും പിണങ്ങരുത്, മക്കളും പാപ്പയും പിണങ്ങരുത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നന്നാവൂ. അമ്മായി, അമ്മോന്, അമ്മാവന്, അമ്മായി, അങ്ങനെ തുടങ്ങിയിട്ട് ആങ്ങളയും പെങ്ങളും ഒക്കെ കണ്ടിട്ട് കുറെ കാലായി, ഒന്ന് വിളിച്ചിട്ട് കുറെ കാലായി, ആരും ചെയ്തിട്ടില്ല. പിണങ്ങിയിട്ട് കാലങ്ങളുടെ ദൈർഘ്യം. സുബ്ഹാനമൻ ജല്ല ജലാലു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പടച്ചോനെ പേടിയുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ലൈലത്തുൽ ഖദറിന്റെ അന്ന് അള്ളാഹ് പൊരുത്തപ്പെട്ടു കൊടുക്കാത്ത ആളാരാന്നറിയോ? ലൈലത്തുൽ ഖദറിന്റെ അന്നും കൂടെ അള്ളാഹ് ദുആ സ്വീകരിക്കാത്ത ഒരാളുണ്ടെങ്കിൽ അത് മാതാപിതാക്കളോട് പിണങ്ങിയവനും കുടുംബ ബന്ധം മുറിച്ച് പോരും കുറുമ്പും കുശുമ്പുമായിട്ട് നടക്കുന്ന മനുഷ്യനാണ്. ലൈലത്തുൽ ഖദറിന്റെ അന്ന് പോലും അള്ളാഹ് പുറത്തു കൊടുക്കൂല. ലൈലത്തുൽ ഖദറിന്റെ അന്ന് ദ്വാരനാൽ എല്ലാവർക്കും ഉത്തരമുണ്ട്, പക്ഷെ ഓൽക്ക് ഉത്തരല്ല. സുബ്ഹാനല്ലാഹ്. ഏതോ ഒരു അതിലെ ബറാത്തിരാവിന്റെ അന്നും ഇതേ ഹദീസ് ബറാത്തിരാവിന്റെ വിഷയത്തിലുണ്ട്. ശഅബാൻ 15 അന്ന് എല്ലാവർക്കും അള്ളാഹ് പുറത്തു കൊടുക്കും, കുടുംബ ബന്ധം മുറിച്ചവനൊഴികെ. ഇത് പറഞ്ഞപ്പോ, ഞാനൊരു സദസ്സെന്ന് പറഞ്ഞപ്പോ ഒരു സഹോദരന്റെ മനസ്സിളകി. എന്റെ സ്ഥിരം ക്ലാസ്സിൽ കൊണ്ടോട്ടിയിൽ ഇളകി. അയാൾ പിറ്റേ ആഴ്ച എന്നോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, കഴിഞ്ഞ ആഴ്ച ക്ലാസ് കഴിഞ്ഞു പോയിട്ട് ഞാൻ വീട്ടിക്കല്ല പോയത്, തറവാട്ടുക്കാ പോയത്. കാരണം ഞാൻ എന്റെ തറവാട്ടുപുരയിൽ നിന്ന് എന്റെ ഭാര്യയും ഉമ്മയും പിണങ്ങി. അങ്ങനെ ഞാൻ മറ്റൊരു വീടെടുത്ത് അതിലേക്ക് താമസാക്കുമ്പോൾ എന്റെ ഉമ്മ അന്ന് എന്റെ വീട്ടുകൂടലിൽ വന്നിട്ടില്ല. എന്റെ വീട്ടിലേക്ക് ആദ്യമായി കടന്നിരിക്കുന്നതിൽ എന്റെ ഉമ്മയില്ലായിരുന്നു. ആകെ പിണക്കത്തിലായിരുന്നു. എന്റെ ഭാര്യന്റെ കുടുംബക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഭാര്യയെയും മക്കളെയുമായി ഞാൻ തറവാട്ടിൽ നിന്ന് ഉമ്മനോടും ഉപ്പനോടും പറഞ്ഞിറങ്ങിയതാ. പിന്നെ ആ ഉമ്മാനെയും ഉപ്പാനെയും കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ ആഴ്ച ഞാൻ ആ ക്ലാസ് കേട്ടപ്പോ എന്റെ വീട്ടിലേക്കല്ല ആദ്യം പോയത്, എന്റെ തറവാട്ടിലേക്കാണ് ആദ്യം പോയത്. ഉമ്മാന്റെയും ഉപ്പാന്റെയും കാല് പിടിച്ചു മാപ്പ് ചോദിച്ചു. അവരെനിക്ക് മാപ്പ് തന്നു. ഈ സന്തോഷം ഉസ്താദിനോട് അറിയിക്കാനാണ് ഞാൻ വന്നത്. അതിന് കാരണക്കാരൻ ഉസ്താദാണ്. അപ്പൊ ആ സന്തോഷം പറയാൻ വേണ്ടി വന്നതാ. എന്റെ ഉമ്മയും ബാപ്പിയായിട്ട് ഞാൻ നന്നായി ഉസ്താദേ. ഞാൻ പറയുന്നത് ഒരൽപ്പം ബോധവും ഈമാനുള്ളവൻ നന്നാവും. എവിടുക്കാ നമ്മൾ ഈ പോണത്? ഇന്നല്ലെങ്കിൽ നാളെ കണ്ണ് ചിമ്മാം. ആരോടാ ഈ കുറുമ്പും കുശുമ്പും ഒക്കെ കാട്ടി നടക്കുന്നത്? കുടുംബ ബന്ധങ്ങൾ അകലല്ലേ? അതടുക്കണം. ഒരാൾ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബി നിങ്ങൾ പറയണ ഈ കുടുംബബന്ധം മുറിക്കരുത്. പക്ഷെ എന്റെ ഒരു ദുരവസ്ഥ തങ്ങളോട് പറയാതിരിക്കാൻ വയ്യ. അത് ഞാൻ പറയാണ്. നിങ്ങൾ പറഞ്ഞു കുടുംബത്തെ വെറുപ്പിക്കരുത്, പക്ഷെ എന്റെ ഒരു കുടുംബമുണ്ട് നബിയെ. ഇന്നലീ ഖറാബത്തൻ, എനിക്ക് ചില ബന്ധുക്കളുണ്ട് തങ്ങളെ. എന്താണ് ആ ബന്ധുക്കളുടെ അവസ്ഥ എന്നറിയോ? അസിലുഹും വയഖ്തഊനി. അസിലുഹും, ഞാൻ അവരെ ചേർക്കും തോറും, വയഖ്തഊനി, അവര് എന്നെ മുറിക്കും. ഞാൻ എത്ര അടുക്കാൻ ശ്രമിച്ചാലും ഓല അകന്ന് പോകും. അങ്ങനെ ഉണ്ടാവുമല്ലോ, പറഞ്ഞാൽ നന്നാകാത്ത ജാതി. എന്ത് പറഞ്ഞിട്ടു അതിപ്പോ ഈ ഇരിക്കുന്നവർക്കും ഉണ്ടാവും. അത് എന്ത് ചെയ്യാനാണ്? നന്നാകാത്ത സൈസാണെങ്കിൽ എന്താ കാട്ടുക? നമുക്ക് നന്നാകണം എന്നുണ്ടായിട്ട് കാര്യമില്ലല്ലോ. നബിതങ്ങളോട് പറയാൻ, നബിയെ, ഞാൻ അടുക്കാൻ ശ്രമിക്കും തോറും അകലുന്ന, ഞാൻ ഗുണം ചെയ്യുമ്പോൾ എന്നോട് ദ്രോഹം മാത്രം ചെയ്യുന്ന എന്റെ കുടുംബക്കാർ, ഞാൻ അവർക്ക് ഗുണം മാത്രം ചെയ്തു കൊടുക്കും. എന്റെ അഞ്ചനല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും? അവൻ എല്ലാ ഉപകാരം ചെയ്തു കൊടുക്കും. പക്ഷെ ഓൻ പരമാവധി എന്നെ ദ്രോഹിക്കും. ഉപകാരം ചെയ്യും തോറും ദ്രോഹിക്കും. ഇങ്ങനെയാണ് എന്റെ കുടുംബക്കാരെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നാൽ ഞാനത് സഹിക്കും. പക്ഷേ വയജ്ഹലൂന അലയ്യ, അവരെന്നോട് വിവരദോഷം മാത്രം കാണിക്കും. നബിയെ, എന്ത് ചെയ്യണം? ഇങ്ങനെയാണ് വിഷയമെങ്കിൽ ആ കുടുംബബന്ധം മുറിക്കുന്നത് എത്രമാത്രം തെറ്റാണ്. ആ കുടുംബബന്ധം മുറിക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഞാൻ മുറിച്ചിട്ടില്ല. അവരെത്ര മുറിച്ചാലും ഞാൻ ചേർക്കേ ചെയ്തിട്ടുള്ളൂ. അവർ ദ്രോഹിക്കുന്തോറും ഞാൻ അവർക്ക് ഗുണമേ ചെയ്തിട്ടുള്ളൂ. അവരെന്ത് വിവരക്കേട് ചെയ്താലും ഞാൻ ക്ഷമിക്കും. നബിയെ, നല്ല സഹിഷ്ണുത, അത് ഞാൻ കൈമുതലാക്കും. അപ്പോഴാണ് മുത്തുനബി പറഞ്ഞത്, ഇൻ കുന്ത കമാ ഖുൽത. അള്ളാന്റെ റസൂലിനെ ആർക്കും പറ്റിക്കാനൊന്നും കഴിയൂല. കണ്ടകള്, നീ പറഞ്ഞതുപോലെയാണെങ്കിൽ. കാരണം എന്താ? ഇതൊക്കെ എല്ലാരും പറയില്ല ഇങ്ങനെ തന്നെ. ഉസ്താദെ, ഞാൻ നന്നായിട്ട് കാര്യമില്ലല്ലോ, മറുപക്ഷത്തുള്ളത് മഹാ ചീച്ചിലാണ്, അങ്ങനെ പറയാം.
സംഗതി അതിലും വലിയ ചീച്ചിലാരേക്കാരം പറയുന്നവനായിരിക്കും. എന്നാലും പറയല് അപ്പുറത്തുള്ളവനായിരിക്കും ചീച്ചിലായിട്ട് അവതരിപ്പിക്കുക. അപ്പൊ നബിതങ്ങളാ പറഞ്ഞത് നോക്കുങ്ങൾ, ഇൻ കുന്ത കമാ തഖൂലു, നീ പറയുന്നത് പോലെയാണ് നിന്റെ അവസ്ഥയെങ്കിൽ. ഇത് സത്യവും ശരിയും തെറ്റും ഒക്കെ ആവാൻ ആ ഒരു ചാൻസ് വെച്ചിട്ടാണ് നബി സംസാരിക്കുന്നത്. ഇൻ കുന്ത കമാ തഖൂലു, നീ പറയും പോലെയാണ് നിന്റെ ഹാലെങ്കിൽ നീ നല്ല മനുഷ്യനാണ്. അവർക്ക് ഗുണം മാത്രമേ ചെയ്യുന്നുള്ളൂ, അവർ ദ്രോഹവും ചെയ്യുന്നു. നീ അവരെ ചേർക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ അവർ നിന്നെ മുറിക്കുന്നു. ഇങ്ങനെയാണുള്ളതെങ്കിൽ പ്രിയപ്പെട്ട സഹോദരാ, നിന്നോട് എനിക്ക് പറയാനുള്ളത് ഫകഅന്നമാ തുസിഫുഹുമുൽ മല്ല, ഫകഅന്നമാ തുസിഫുഹുമുൽ മല്ല, നീ അവർക്ക് ചൂടുള്ള വെണ്ണീര് വായിലിട്ട് തീറ്റിക്കുന്നതിന് തുല്യമാണിത്. ചൂടുള്ള വെണ്ണീര് വായിൽ പൊത്തിക്കൊടുത്തിട്ട് തിന്നടാന്ന് പറയും പോലെയാണ്. നീ അങ്ങനെ ചെയ്തോ, നീ അങ്ങനെ ചെയ്തോ, അവരെ നിന്നെ കൊണ്ട് കുടുങ്ങുള്ളൂ. അവര് നിന്നെ കൊണ്ട് കുടുങ്ങും, നിന്റെ സൽക്കാരം കൊണ്ട് അവരങ്ങ് കുടുങ്ങും. അതാ ചൂടുള്ള വെണ്ണീര് തീറ്റിക്കും പോലെ എന്ന് പറഞ്ഞു. നിന്റെ സൽക്കാരം കൊണ്ട് അവരങ്ങ് കുടുങ്ങി. നീ ഗുണം ചെയ്തു കൊടുത്താലും ഒരു വെറുപ്പായിരിക്കും. പക്ഷേ നീ ഗുണം മാത്രം ചെയ്യുക. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലാ യസാലു മഅക ബഹീറും മിനല്ലാഹ് മാ ദുംത അലാ ദാലിക്. ഈ അവസ്ഥ നീ കീപ്പ് ചെയ്യുന്ന കാലത്തോളം, ഇതേ അവസ്ഥ നീ തുടരുന്ന കാലത്തോളം, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഇത് നീ കണ്ടിന്യൂ ചെയ്യുന്ന കാലത്തോളം, വലാ യസാലു മഅക ബഹീറും മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള ഒരു സഹായി, ഒരു മലക്ക് അല്ലാഹുവിൽ നിന്ന് നിന്നെ സഹായിക്കാൻ നിന്നോടൊപ്പം ഉണ്ടാകും. അതുകൊണ്ട് നിനക്കൊരു ദോഷം വരൂലട്ടോ. ഇത് ഇങ്ങോട്ടും ഉണ്ടാത്തവനെ കാണുമ്പോ അങ്ങോട്ടും മിണ്ടുക, അതുകൊണ്ട് ദോഷം വരൂല, ദോഷം വരൂല. അപ്പൊ ഇനിയൊരു വിഷയമുണ്ട്. രണ്ടാള് പിണങ്ങി നിൽക്കുന്നവർ ഈ സദസ്സിലുണ്ടാകും. പക്ഷേ ഉസ്താദേ എങ്ങനെ തുടങ്ങും? അങ്ങനെ പ്രയാസങ്ങളുണ്ട്. തെറ്റിട്ടേ 12 കൊല്ലായി. ഇപ്പൊ എങ്ങനെ ഇപ്പൊ നാളെ രാവിലെ അവന്റെ പുരയ്ക്ക് പോവാ? അല്ലെ ഈ വയലൊക്കെ കേൾക്കുമ്പോ ഒന്ന് പോയാൽ തിരക്കില്ല എന്നൊക്കെ തോന്നുന്നവരുണ്ടാവും കൂട്ടത്തില്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ സംഭവമൊക്കെ കേൾക്കുമ്പോഴേ തിരക്കിടില്ല എന്ന് തോന്നുന്നവരുണ്ടാവും. ഒന്നും മിണ്ടിയാ തിരക്കിടില്ല. ഞാനും അയൽക്കാരനും പിണങ്ങിയിട്ട് എത്രയായി, ഞാനും കുടുംബക്കാരനും തമ്മിൽ പിണങ്ങിയിട്ട് എത്രയായി. ഒന്ന് നന്നായാലോ നാളെ. ഞാൻ അയൽക്കാരനാണെങ്കിലും നന്നാവണം, കുടുംബക്കാരെന്നല്ല, അതിലും വലിയ ബന്ധാണ്. പിന്നെ പറയാം. ഞാൻ പറഞ്ഞു വരുന്നത്, പക്ഷേ എങ്ങനെ പോകും? അതൊരു കുറച്ചിലല്ലേ? കുറച്ചിലല്ല. മുത്തുനബി പറഞ്ഞു, രണ്ടാള് മിണ്ടാതിരിക്കാൻ. അതിലാരാണോ സലാം പറഞ്ഞ് തുടങ്ങുന്നത്, നബി തങ്ങൾ പറഞ്ഞു, രണ്ടാളുടെ ഇടയിൽ ബന്ധമുറപ്പിക്കാൻ ഒരാൾ സലാം പറയുമ്പോൾ അവിടെ അല്ലാഹുവിൽ നിന്ന് 100 റഹ്മത്ത് ഇറങ്ങും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, 100 റഹ്മത്ത് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വരും. ലിൽ ബാദിഇ തസ്ഊൻ, ലിൽ ബാദിഇ തസ്ഊൻ. സലാം തുടങ്ങുന്നവന്, നന്നാവാൻ ആരാണോ തുടങ്ങുന്നത്, തുടങ്ങി പറയുന്നവൻ, ആദ്യമായിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയുന്നവനെ 90 കൂലി അയാൾക്കാ, 90 കൂലി അയാൾക്കാണല്ലോ കൊടുത്തത്. വലിൽ മുസാഫിഹീന വലിൽ മുസാഫിഹി അശ്റ. മറ്റോൻ കൈ നീട്ടിയില്ലേ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞില്ലേ, നീ എങ്ങനെ വലൈക്കും സലാം എന്ന് പറയാതിരിക്കുക? വലൈക്കും സലാം എന്ന് പറഞ്ഞു അല്ലേ? ഓൻ കയ്യാണ് നീട്ടിയപ്പോ, കയ്യാണ് നീട്ടി, മുപ്പര് നീട്ടിയിട്ട് നീളണില്ല. എന്നാലും ഒന്നാട് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊന്നാണ് നീട്ടി. ഇവന് 10 കൂലിയാ. 100 എണ്ണം ഇറങ്ങുമ്പോ 50 അല്ലാഹു തആല കൊടുക്കേണ്ട കൂലി. ഇവന് 10, മറ്റവന് 90 കൊടുക്കും. എന്തിനാ നഷ്ടപ്പെടുന്നത്? അപ്പൊ അതുകൊണ്ട് നമ്മളെ ഭാഗത്ത് നിന്ന് തന്നെ ആവാം. എന്ത് സുഖണ്ടെന്ന്. പഴയ കാലത്തെ പോലെയല്ല അന്ന്. ഇന്ന് തെറ്റിയൊക്കെ നിൽക്കണവരോട് ഒന്ന് നന്നാവാനേ ഒരു മിസ് കോൾ അടിച്ചു നോക്കണ്ടി. എന്ത് വല്ല പ്രതികരണം ഉണ്ടോ നോക്കാനോ അല്ലേ? ഒരു മിസ് കോൾ അടിച്ചു നോക്കിയാൽ റെസ്പോൺസ് ഉണ്ടോന്ന് അറിയാലോ. എളുപ്പാണ്. ഒരു മെസ്സേജ് ആദ്യമാണ് കൊടുക്കുക. നേരിട്ടൊക്കെ പറയാനൊക്കെ ഒരു വിഷമമുണ്ടെങ്കിലേ, അങ്ങനെ ഒരു വയല് കേട്ടു, നന്നാവല്ലാതെ നിർവാഹമല്ല, പരലോകം നന്നാവാൻ വേണ്ടി നമ്മളും നന്നാവല്ലേ. പെങ്ങൾക്കൊരു മിസ് കോൾ, പെങ്ങൾക്കൊരു മെസ്സേജ് അല്ലേ, വാട്സപ്പിലൊരു മെസ്സേജ് അല്ലെ ഫോണിലൊരു മെസ്സേജ് കൊടുത്തു. അപ്പൊ പെങ്ങള് എന്നോ കാലം കാത്തിരിക്കുകയാണ്. എങ്ങനെയാ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട്, ഞാനും എന്റെ താത്തയല്ലേ, ഞാൻ എങ്ങനെ കൊറേ വിചാരിച്ചിട്ട് നിൽക്കുക. ഓള് ഓന്റെ അഞ്ചനല്ലേ, ഞാൻ താത്തയല്ലേ, അപ്പൊ ഞാൻ എങ്ങനെ അങ്ങോട്ട് വിളിക്കുക എന്ന് കരുതിയിട്ട് അപ്പോഴാ ഈ മെസ്സേജ് കിട്ടിയോടുകൂടി ഓള് ചാടി എഴുന്നേറ്റു, തിരിച്ചു പ്രതികരിച്ചു. വിളിച്ചൂടെ, അസ്സലാമു അലൈക്കും പറഞ്ഞൂടെ? തുടങ്ങിയ ഞമ്മക്ക് എത്ര കൂലിയാ? എന്തിനു നഷ്ടപ്പെടുത്തണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ? എന്തിനു നഷ്ടപ്പെടുത്തണം? സയ്യിദുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനും നിങ്ങളും നമ്മുടെ ബന്ധങ്ങൾക്കിടയിലുള്ള കുഴപ്പങ്ങള് അത് നമ്മൾ തീർക്കണം. പിന്നെ കുടുംബബന്ധം പൊട്ടാതിരിക്കാൻ, കുടുംബബന്ധം ശിഥിലമാകാതിരിക്കാൻ അള്ളാഹു നൽകിയ ഏറ്റവും നല്ല ഒരു മാർഗവും കൂടെ പറയട്ടെ. സിന ഹറാമാക്കിയത്, വ്യഭിചാരം ഹറാമാക്കിയത് ബന്ധത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്തിട്ടും കൂടെയാണ്. എങ്ങനെ? ബന്ധത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്തിട്ടും കൂടെയാണ് വ്യഭിചാരം ഹറാമാക്കിയത്. വ്യഭിചാരം വൃത്തികെട്ട ഏർപ്പാടാണ്, വൃത്തികെട്ട ഏർപ്പാടാണ്. വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിശതൻ വസഅ സബീല. അത് വൃത്തികെട്ട ഏർപ്പാടാണ്, മോശപ്പെട്ട മാർഗമാണ്, ആ നിലക്കൊക്കെ അത് ഹറാമാണ്. എന്നാൽ അതിന്റെ അപ്പുറത്ത് ബന്ധം ഉലക്കുന്ന വില്ലനാണ് വ്യഭിചാരം. വ്യഭിചാരംകാരനായിട്ട് എത്ര കുട്ടികൾ അനാഥകളായത്. ആരാന്റെ ഭാര്യയെ കടന്നു പിടിച്ചതിന്റെ പേരിൽ ഭർത്താവ് അത് അറിഞ്ഞപ്പോ തൊലാക്കിയല്ലി, ഉമ്മ വിധവയായി, എത്ര പെണ്ണുങ്ങൾ വിധവകളായി, എത്ര മക്കൾ അനാഥരായി. വ്യഭിചാരം എന്ന വില്ലനാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ബന്ധം മുടക്കിയാണ്, ബന്ധമുലക്കുന്നവനാണ് എന്ന നിലക്കാണ് വ്യഭിചാരം ഇത്രയും കടുപ്പുള്ളതാക്കിയത്. കണ്ടോ നിങ്ങൾ? അതുകൊണ്ട് തന്നെ വ്യഭിചരിച്ചവനെ 100 അടി അടിക്കണം എന്ന് പറഞ്ഞു, വിവാഹിതനാണെങ്കിൽ എറിഞ്ഞു കൊല്ലണം എന്ന് പറഞ്ഞു. അതിന്റെ കടുപ്പം കൊണ്ടാ. ഇനിയോ വ്യഭിചരിക്കാത്ത ഒരാളെ പറ്റി വ്യഭിചരിച്ചു എന്ന് ആരോപണം ഉന്നയിച്ചാലോ? പറയൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വ്യഭിചരിക്കാത്ത ഒരാളെ പറ്റി വ്യഭിചരിച്ചു എന്ന് ആരോപണം ഉന്നയിച്ചാലും എന്ത് ചെയ്യും? ബന്ധം മുലയും. അല്ലേ? ചില ആളുകളുണ്ട്, ഇതൊരു ഹോബിയാണ്. അയലൊക്കെക്കാരൻ ഫോൺ ചെയ്യാം, പിന്നെ എന്റെ പെണ്ണുങ്ങൾ മറ്റവനോട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ, 2 ദിവസമായി ഇപ്പൊ ചിരിക്കണത് കാണുന്നു. ഇവന് വേറൊരു പണിയില്ല, ഇത് മറ്റവനെ വിളിച്ചു. ഇതില് മറ്റവന് പരപ്പനങ്ങാടിയെ ഓനെന്ത് ചെയ്തു? തീർത്തു. ബന്ധമില്ല. അതുകൊണ്ടാണ് വ്യഭിചാരം ഹറാമാണ്, വ്യഭിചാരം വന്തോഷമാണ്. പക്ഷേ വ്യഭിചാര ആരോപണം ഹറാമ് മാത്രല്ല, വന്തോഷം മാത്രല്ല, 7 മഹാപാപങ്ങളിൽ ഒന്നാണ്. അല്ലേ? സബഉൽ മൂബിഖാത്ത് എന്ന് പറഞ്ഞിട്ടൊരു വകുപ്പുണ്ടല്ലോ. സബഉൽ മൂബിഖാത്ത് മാരകമായ പാപങ്ങൾ, അത് വന്തോഷമല്ല, മനുഷ്യനെ കൊല്ലുന്ന പാപങ്ങൾ എന്നാണ് മൂബിഖാത്ത്. മുഹ്ലിഖാത്ത്, മനുഷ്യനെ കൊല്ലുന്ന മാരകമായ പാപങ്ങൾ. എത്ര ഉണ്ട്? 7 മാരകമായ പാപങ്ങളാണ്. മാരകമായ പാപങ്ങൾ മുഹ്ലിഖാത്ത് തന്നെ വേറെയുണ്ട്, ഹദീസിൽ നിന്ന് വായിക്കാൻ കഴിയും. പക്ഷെ അസ്സബുൽ മൂബിഖാത്ത് 7 മഹാപാപങ്ങളും അല്ലാത്ത പാപങ്ങൾ 7. അത് കുറ്റങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കടുപ്പുള്ളതാണ്. അതിൽ വ്യഭിചാരമുണ്ട്. 7 മഹാപാപങ്ങളിൽ വ്യഭിചാരമുണ്ടോ? ഇല്ല. ഏതുണ്ട്? വ്യഭിചാര ആരോപണം, ഖദ്ഫുണ്ട്. വ്യഭിചാരത്തെക്കാൾ സ്ട്രോങ് ആണ് ഏത്? ഖദ്ഫ്. നമ്മളെ നാട്ടിൻപുറത്തൊന്നും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. 4 ദൃക്സാക്ഷികളുണ്ടെങ്കിലേ പറയാൻ പറ്റുള്ളൂ എന്നാണ്. ഒരു അവിടെ ചിരിച്ചോലോ, അവിടെ ഫോൺ ചെയ്തോലോ, കേട്ടോലോ എന്ന് പറഞ്ഞതിന് വ്യഭിചാരാരോപണം ഉന്നയിച്ചാൽ സംഗതി വഷളാവും. ചിരിക്കരുത്, ഫോൺ ചെയ്യരുത്, അതൊക്കെ അപകടമാണ്, അതൊക്കെ വേറെ വിഷയം. പക്ഷെ വ്യഭിചാരാരോപണം ഉന്നയിക്കുന്നത് പേടിക്കണം. വ്യഭിചാരത്തെക്കാൾ കടുപ്പാണ്. അതുകൊണ്ടാണ് വ്യഭിചാരാരോപണം ഉന്നയിച്ചവൻ എത്ര വലിയ ആളാണെങ്കിലും ശരി, മുക്കാലിയിൽ കെട്ടി 80 തല്ല് തല്ലണം എന്നാണ് ഇസ്ലാമിന്റെ നിയമം. വ്യഭിചാരാരോപണം ഉന്നയിച്ചവനെ ഒരു തെളിവില്ല, അട്ട് വിളിച്ചു പറയുന്ന സ്റ്റേജിൽ കയറിയിട്ട് വ്യഭിചാരാരോപണം. വലിയ വലിയ ആളുകൾ അല്ലെ, കണ്ടാൽ ആദരിക്കുന്ന കോലമുള്ള തലപ്പാവും നീളംകുപ്പായും താടിയൊക്കെ ഉള്ള ആളുകൾ എഴുന്നേറ്റ് നിന്നിട്ട് ബഹുമാനപ്പെട്ട ആദരിക്കപ്പെടുന്ന വ്യക്തികളെ കുറിച്ച് ഒരു തെളിവില്ലാതെ വ്യഭിചാരാരോപണം ഉന്നയിക്കുക. ഈ നിയമവശങ്ങളൊക്കെ പഠിച്ചവർ അങ്ങനെ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എത്ര വലിയവരാണെങ്കിലും ശരി 80 തല്ല് തല്ലണം. ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്താണെങ്കിൽ 80 അടി അടിക്കണം എന്നാണ് ഇസ്ലാം പറയുന്നത്. സമാനീന ജൽദ ഖുർആൻ പഠിപ്പിച്ചതാണ്. 80 തല്ല് കിട്ടാൻ മാത്രം വകുപ്പുണ്ട്. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല സാക്ഷിത്വം സ്വീകരിക്കപ്പെടുകയില്ല, അവരുടെ ഷഹാദത്ത് കബൂലാവൂല. ഒരു നിക്കാഹിന് പോലും ഒരു വേദിയിൽ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ കാർമ്മികത്വം വഹിക്കൽ പിന്നല്ലേ. ഒരു നിക്കാഹിൽ സാക്ഷിയായിരിക്കുകയാണെങ്കിൽ പോലും പറയണം, നിങ്ങളെ ഏർപ്പാട് പറ്റില്ല, നിങ്ങളെ നാട് നീങ്ങിയിരിക്കും. പറയണം, നിങ്ങളെ ഏർപ്പാട് പറ്റില്ല, നിങ്ങൾ വ്യഭിചാരാരോപണം ഉന്നയിച്ച ആളല്ലേ, സ്വകാര്യമായിട്ടുമല്ല, പീഡിയക്കൊലായൊന്നുമല്ല, മൈക്കില് മാറി നിൽക്ക് എന്ന് പറയണം. അത്രയും കടുപ്പാണ്. ഞാൻ പറയുന്നു, ശ്രദ്ധിക്കണം. ഒരാളെ പറ്റിയും വേണ്ടാത്തരം പറയണം.
കണ്ടോ, നിങ്ങൾ ബന്ധമുലക്കുന്നു എന്നതുകൊണ്ടാണ് വ്യഭിചാരത്തിന് കടുപ്പം കൂടുന്നത്. പറഞ്ഞപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒറ്റ ഹദീസ് വായിച്ച് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കാം. സമയം വൈകി. 50 നിർത്തണമെന്ന് കരുതിയതാ, നിർത്തുന്നു. ഒറ്റ ഹദീസ്. ബന്ധമുലക്കുന്നതാണ് വ്യഭിചാരം കൂടുതൽ ഗൗരവമുള്ളതാവാൻ കാരണം ഈ ഹദീസ് തിരിയും. നബി തങ്ങൾ പറഞ്ഞു, 10 പെണ്ണുങ്ങളോടൊപ്പം ഒരാൾ വ്യഭിചരിക്കൽ, 10 പെണ്ണുങ്ങളെ ഒരാൾ വ്യഭിചരിക്കൽ ഐസറു അലൈഹി, അയാളെ സംബന്ധിച്ചിടത്തോളം അത് ചെറിയ കേസാണ്. 10 പെണ്ണുങ്ങൾ ഒരാൾ വ്യഭിചരിക്കുകയാണെങ്കിൽ ഐസറു അലൈഹി, അത് സിമ്പിൾ കേസാണ്. ഏതിനേക്കാൾ? മിൻ അൻ യസ്നിയ ബിംറഅതി ജാരിഹി, സ്വന്തം അയൽക്കാരന്റെ ഭാര്യയെ ഒരു പെണ്ണിനെ വ്യഭിചരിക്കുന്നതിനേക്കാൾ എത്രയോ ചെറുതാണ് അന്യ 10 പെണ്ണുങ്ങളെ വ്യഭിചരിക്കല്. സ്വന്തം അയൽക്കാരന്റെ ഭാര്യയെ ഒരു പെണ്ണിനെ വ്യഭിചരിക്കുന്നതിനേക്കാൾ എത്രയോ ചെറിയ തെറ്റാണ്, എത്രയോ ചെറിയ തെറ്റാണ്. ഏത്? പുറത്തുള്ള, നിന്റെ അയൽപക്കത്തല്ലാത്ത മറ്റേതോ നാട്ടിലുള്ള അല്ലെങ്കിൽ കുറെ അകലെയുള്ള 10 പെണ്ണുങ്ങളുമായി വ്യഭിചരിക്കുന്നത് അത് ഇത്ര ഗൗരവമില്ല എന്ന് പറയുമ്പം അന്യ പെണ്ണുങ്ങളുമായി വ്യഭിചരിക്കല് വളരെ സിമ്പിൾ കേസാണെന്ന് മനസ്സിലാക്കരുത്. മറിച്ച് വ്യഭിചാരം കുറ്റകരമാണ്, ഗൗരവമുള്ളതാണ്. 10 പെണ്ണുങ്ങളെ വ്യഭിചരിക്കുക എന്ന് പറഞ്ഞാൽ മഹാമോശാണ്. എന്നാൽ സംഗതിയേക്കാൾ മോശാണ് സ്വന്തം അയൽക്കാരന്റെ ഭാര്യയെ വ്യഭിചരിക്കുക എന്ന് പറഞ്ഞത്. കാരണം എന്താ? അയൽക്കാരൻ ധൈര്യമായിട്ട് ഗൾഫിക്ക് പോയത് ഈ അയൽക്കത്ത് ഉണ്ടല്ലോ എന്ന് കരുതിയിട്ടാ, വിശ്വസിച്ചുകൊണ്ട്. പിന്നെ അവിടെ കയറിയിട്ട് വിശ്വാസവഞ്ചന കളിച്ചാൽ, ആ വീട്ടിൽ കയറിയിട്ട് വിശ്വാസവഞ്ചന കളിച്ചാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവനെ വെറുതെ വിടൂല, അവനെ വെറുതെ വിടൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇവിടെയാ ചിന്തിക്കേണ്ടത്. കഴിയുന്നില്ല. ഇതൊക്കെ കേൾക്കുമ്പോ 2 സാധ്യതകളുണ്ട്. വ്യഭിചാരത്തിന്റെ കടുപ്പം കുറഞ്ഞു തോന്നും ചിലർക്ക്. അല്ല, അങ്ങനെയല്ല ബുദ്ധിയുള്ളവർ മനസ്സിലാക്കേണ്ടത്. 10 പെണ്ണുങ്ങളെ വ്യഭിചരിക്കുന്നത് വലിയ കുറ്റം. പക്ഷെ അതിനേക്കാൾ കടുപ്പാണ് അയൽക്കാരന്റെ ഒരു ഭാര്യയെ വ്യഭിചരിക്കുന്നത്. അപ്പൊ അയൽക്കാരന്റെ ഭാര്യയെ വ്യഭിചരിക്കുമെന്ത് ചെയ്യും? അയൽപക്ക ബന്ധം വഷളാക്കും. ആ ബന്ധം വഷളാക്കുന്ന വില്ലനാണ് എന്നുള്ള നിലക്കാണ് അവിടെ അതിന് ഗൗരവം കൂടിയത്. അങ്ങനെയാ വായിക്കണം. ഇപ്പോ റസൂലുള്ള പറഞ്ഞു, 1 ദിർഹം പലിശ, 1 ഉറുപ്യ എന്ന് പറയാം, നമുക്ക് തിരിയാണ്. ദിർഹമും മിൻ റിബൻ, 1 ഉറുപ്യ പലിശക്ക് കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്താൽ അത് 36 വ്യഭിചാരത്തെക്കാൾ കടുപ്പുള്ള കുറ്റാണ്. 36 വ്യഭിചാരത്തെക്കാൾ കടുപ്പുള്ള കുറ്റാണ്. അപ്പൊ നമ്മൾ സാധാരണ വാങ്ങണ പണിയല്ലേ ഈ പലിശ. അത് ശരി. അപ്പൊ അതിനേക്കാൾ ചെറുതാ 36 വ്യഭിചാരം. അങ്ങനെയാണ് ചിന്തിക്കാൻ ഒരുങ്ങിയ സംഗതി ആഘോഷമാവും. അതല്ല ഇതിന്റെ അർത്ഥം. 36 വ്യഭിചാരം മഹാകുറ്റായിട്ടാണ് മുസ്ലിങ്ങൾ കാണുക. എന്നാൽ അതിനേക്കാൾ കടുപ്പാണ് 1 ഉറുപ്യ പലിശക്ക് കൊടുക്കലും വാങ്ങലും. അത് കേട്ടാ പിന്നെ ഈമാനുള്ള മുസ്ലിം ആ വൈക്ക് പോവില്ല. അതിനാണ് റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞത്. അശദ്ദു മിൻ 30 മിൻ 36 നല്ല മനസ്സ് നൽകണേ അല്ലാഹ്. റബ്ബേ, നിന്റെ പരലോകത്ത് ഞങ്ങൾ ഒരുമിച്ച് സ്വർഗത്തിൽ ജീവിക്കാൻ നീ അനുവദിക്കണേ അല്ലാഹ്. പടച്ചോനെ, അതിന് തൗഫീഖ് നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാഹ്. രോഗികളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. കടക്കാരുടെ കടങ്ങൾ വീട്ടണേ അല്ലാഹ്. ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. സമ്പത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. കുടുംബത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. കച്ചവടത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങൾക്ക് നല്ലത് വരുത്തണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ നന്നാക്കി തരണേ അല്ലാഹ്. വറഹംനാ വഅബാഅനാ വഉമ്മഹാതിനാ വഅസാതീദനാ കമാ റബ്ബൗനാ സ്വഗാറ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു اللهم صل على محمد يا رب صل عليه وسلم. സ്വാഗത സംഘം കമ്മിറ്റി പ്രസിഡന്റ് സെക്രട്ടറി അറിയിക്കുന്നു, നിർബന്ധമായി എല്ലാ ബന്ധപ്പെട്ട കൺവീനർമാരുള്ള എല്ലാവരും
ഇന്നിവിടെ കൂടി ചെറിയൊരു യോഗമുണ്ട്. കമ്മിറ്റി സെക്രട്ടറി പ്രസിഡന്റ് അറിയിക്കുന്നു, എല്ലാവരും യോഗത്തിൽ പങ്കെടുക്കണം. ബന്ധപ്പെട്ട എല്ലാവരും 10 മിനിറ്റ് സമയം യോഗമുണ്ട്, പങ്കെടുക്കുമെന്ന് അറിയിക്കുന്നു. അടുത്ത 25-ാം തീയതി ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ ഉസ്താദ് നമ്മുടെ ഇവിടെ വന്ന് സംസാരിക്കുന്നുണ്ട്. ഇവരെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കും. ഒന്ന് യാണ്. എല്ലാവരും സ്വലാത്തിന്റെ മജ്‌ലിസാണ്. എല്ലാവരും സ്വലാത്ത് ചെല്ലാൻ വേണ്ടി പ്രത്യേക കാർഡ്